We'll cross the market in another 3 minutes. We will be there in 5 minutes. Over. Kadir. Sir. Sealifera പറ്റി കേട്ടിട്ടുണ്ടോ? Do you know anything about it? Sealifera? Not exactly, sir. But ഒരുതരം പ്രാണിയാണെന്നാണ് തോന്നുന്നത്. Shall I check it on, sir? No. It's okay. Okay. Sir, you're in too much stress nowadays. BP വരെ ഷൂട്ടപ്പ് ആയിരിക്കുക. കുറച്ച് റിലാക്സ് മോഡിലേക്ക് വരണം. Okay, I will change to relax mode. E2E6. Report status. എടാ കതിർ. Sir. എപ്പോഴാ കല്യാണം? അറിയില്ല സർ. സൗത്ത് ബ്ലോക്ക് മുഴുവൻ പറയുന്നുണ്ട് നിങ്ങളുടെ പ്രേമ കഥകളെ കുറിച്ച്. കതിർ, ഇനിയും ലേറ്റ് ആക്കിയാൽ നീ എന്ന് പാവയ്ക്കാ പൂവിന് പരാഗണം നടത്തിയ മാതിരി നിങ്ങൾ രണ്ടുപേരുടെയും കൈ ചേർത്ത് പിടിച്ച് ഹാൻഡ് പോളിനേഷൻ നടത്തേണ്ടി വരും. ഒരു നിമിഷം, ഒന്നുകൂടെ പോയിട്ട് വന്ന്. ഗണ്ണുണ്ടായിട്ട് ഗ്രീൻ ലൈറ്റ് കത്തുന്ന എന്താ? അബ്ദുൾ, ആ സ്കാനർ വർക്ക് ചെയ്യുന്നില്ല. വേറെ എൻട്രൻസിലൂടെ വരാൻ പറയും പ്ലീസ്. എല്ലാവരും ആ എൻട്രി വഴി വാ. ആ എൻട്രി വഴിയോ? ഞങ്ങളെന്താ ഈ വഴി വന്നാ? ബേബി സൗണ്ട് വരുന്നില്ലെന്ന കാര്യം അവർക്കറിയില്ലല്ലോ. അല്ലാതെ തന്നെ അവരെല്ലാം ചെക്ക് ചെയ്ത് വിട്ടേ. നിങ്ങൾ വരൂ സാർ. ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ഞാൻ എല്ലാരെയും കാണിച്ചു തരാം. E1-E6 ആ ബി സെക്ഷനിലെ ബ്രൗൺ കളർ ചുരിദാറിട്ട പെണ്ണ് കുറച്ച് ഔട്ട് ഓഫ് പ്രൊപ്പോർഷൻ ആണ്. ഈ പ്രോഗ്രാമിൽ എന്റെ കുട്ടി. ഐ എം സോറി. ഷീ ഈസ് ക്ലിയർ. നത്തിങ് ടു വറി. പിന്നിൽ താരം ആയിരം വാനം മുന്ന്, മണ്ണിൽ പൂക്കൾ ആയിരം ഭൂമി ഒന്ന്. പിന്നിൽ താരം ആയിരം വാനം മുന്ന്, മണ്ണിൽ പൂക്കൾ ആയിരം ഭൂമി ഒന്ന്. പല മതം ജാതികൾ, പല നിറം ഭാഷകൾ, മേഘം പോലൊന്നായി ചേരും ദേശം നമ്മളായി. തൊഴുന്നത് മാറിടാം, തിരയുന്നതൊന്നു നാം. ഈശ്വരനല്ലാദേവൻ ഒന്നല്ലേ. പിന്നിൽ താരം ആയിരം വാനം ഒന്ന്, മണ്ണിൽ പൂക്കൾ ആയിരം ഭൂമി ഒന്ന്. നാം ചിരിച്ചാലും നിനച്ചാലും നിറമേഴുമായി പല ദേശമൊന്നായി ചേർന്നൊരൂഴിയെപ്പോൾ ഒരു നിറമുള്ള മണമുള്ള മലർവാടിനാ. വേദനയിൽ തളരില്ല നമ്മൾ, വേരുകൾ പോൽ ചേർന്നിടും നമ്മൾ. സഹനത്തിൻ പാഠങ്ങൾ പകർന്നൊരിടം ഇത്. ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ കുട്ടികളുടെ പാട്ടിനെ പറ്റിയാണ്. ഈ പാട്ട് ആരെഴുതിയതാണ്? പാട്ട് ഞാനാണ് എഴുതിയത്. ഇവരാണ് ട്യൂൺ ചെയ്തത്. ഒരു മുസ്ലിം ടീച്ചർ എഴുതി ഹിന്ദി ടീച്ചർ ട്യൂൺ ഇട്ടത്. കള്ളവും കപടവുമില്ലാത്ത ഈ കുട്ടികളുടെ ശബ്ദത്തിൽ കേട്ടപ്പോൾ മനസ്സിന് വലിയ സന്തോഷം തോന്നി. വെള്ളപ്പൊക്ക ദുരിതാശ്വാസത്തിനായി ആദ്യഘട്ടത്തിൽ 1000 കോടി രൂപ ഞാൻ അനുവദിക്കുന്നു. യുദ്ധകാല അടിസ്ഥാനത്തിൽ എല്ലാ കാര്യങ്ങളും ഉടനെ ചെയ്തത്. മഴയും വെള്ളപ്പൊക്കവും മൂലം പ്രകൃതി ജനങ്ങൾക്ക് നൽകുന്ന ദുരിതങ്ങൾ താൽക്കാലികമാണ്. എന്നാൽ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ ദ്രോഹിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദനയെ എങ്ങനെ ഇല്ലാതാക്കുമെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. പരിണാമഘട്ടങ്ങളിൽ പ്രകൃതിക്കൊരു നിയമമുണ്ട്. ഓരോരോ ഘട്ടങ്ങളിലും ബലഹീനതകളെ തിരുത്തിക്കുറിച്ച് കൂടുതൽ ബലവാന്മാരാക്കി വളർത്തുക എന്നത്. ഇതാണ് പ്രകൃതി നമുക്ക് നൽകുന്ന അതിശയകരമായ സന്ദേശം. ലെസൺ ആൻഡ് അഡ്വൈസ്. നമ്മളും നമ്മുടെ തെറ്റുകളെ
അടുത്ത തലമുറയിലേക്ക് പോകാതെ തിരുത്തണം. മതങ്ങളെ കാരണമാക്കി പല വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ വിദേശ രാജ്യങ്ങളിൽ പോലും നമ്മുടെ ആൾക്കാരെ അകാരണമായ പ്രശ്നങ്ങളിൽ കൊണ്ടെത്തിക്കാറുണ്ട്. ചില യുവജനങ്ങൾ തെറ്റായ പാതയിലൂടെ സഞ്ചരിക്കുന്നത് കാണുന്നുണ്ട്. അതിനെ തടയാൻ സ്നേഹത്തിന്റെയും അഹിംസയുടെയും പാഠങ്ങൾ അവരെ ചൊല്ലിപ്പഠിപ്പിക്കണം. ഈ കുട്ടികൾ സ്നേഹമുള്ള മനസ്സോടെ വളർന്നു വരുമ്പോൾ കാശ്മീരും ഒരു സ്വർഗഭൂമിയായി മാറും. ഭംഗിയുള്ള ശാന്തസുന്ദരമായ കാശ്മീരിനെ വീണ്ടെടുക്കുക എന്നതാണ് എന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. ജയ് ഹിന്ദ്. സർ, ലാൻഡ് മൈൻസിൽ കൈകാലുകൾ നഷ്ടപ്പെട്ടവർ വന്നിട്ടുണ്ട്. സർ, ഒരു നിമിഷം കണ്ടു കഴിഞ്ഞാൽ അവർക്ക് വളരെ സന്തോഷമായിരിക്കും. അവരെവിടെ? അവിടെ ഉണ്ട് സർ. നമ്മുടെ ഷെഡ്യൂൾ ഉള്ളതല്ല. പ്രോട്ടോകോൾ അറിഞ്ഞൂടെ? ഗുഡ് ഫോട്ടോ ഓപ്പർച്യൂണിറ്റി. നാളത്തെ ന്യൂസിൽ ഇത് നന്നായി കവർ ചെയ്യും. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു. എന്താ പേര്? അബ്ദുൾ സലീം. നമസ്കാരം കാവൽക്കാര. മോന്റെ പേരെന്താ? ജോസഫ്, റെക്കോർഡിംഗ്. SPGയുടെ നെറ്റ്വർക്ക് മൊത്തമായും ഹാക്ഡാണ്. ഇപ്പൊ നീ ഞാനും മാത്രമാണ് സംസാരിക്കുന്നത്. നിനക്ക് ഇനിയും ഒരു ഡെമോ കാട്ടിത്തരാമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? റോസാപ്പൂക്കൾ പോലെ എത്ര ഭംഗിയുള്ള കുട്ടികൾ. നിന്റെ PM ഇനി കുറച്ചു സമയം കൂടി ഇതൊക്കെ കാണുകയും ആസ്വദിക്കുകയും ചെയ്തേക്കാം. ആ കുട്ടികൾക്കിടയിൽ ഭാവിയിലെ ഡോക്ടർ, എഞ്ചിനീയർ, കൃഷിക്കാർ, ഒരു ഫ്യൂച്ചർ പ്രൈം മിനിസ്റ്റർ പോലും ഉണ്ടായെന്നിരിക്കാം. എന്തിനേറെ PMനെ കൊല്ലാൻ കഴിവുള്ള എന്നെ പോലെയുള്ള ഒരു അസാസിൻ പോലും അവരുടെ കൂടെ ഉണ്ടായിരിക്കാം. നീ കില്ലാടിയാടാ, പെട്ടെന്ന് കണ്ടുപിടിച്ചല്ലോ. നിന്റെ PMന് വെച്ചത് അങ്ങേര് അവിടെ നിന്ന് പോയതുകൊണ്ട് ആ പാവം കുട്ടികൾക്ക് കൊണ്ടു. ഇനി ഒരു ജസ്റ്റ് 25 seconds. Get up. 10. We have to move, sir. Follow the PM. Move. കുട്ടികളെ രക്ഷിച്ചതാണ് ശരി. ഒരു ജീവൻ ബലി കൊടുത്ത് 100 ജീവൻ രക്ഷിക്കാനാവുമെങ്കിൽ അത് പാപമല്ല.
മൈ ഡിയർ ഖദർ, നീ ചെയ്തത് തെറ്റോ ശരിയോ, ദിസ് ഇസ് ജസ്റ്റ് ദ ബിഗിനിങ് ഓഫ് ദ ഗെയിം. വീണ്ടും ഒരു തോൽവിക്ക് തയ്യാറായിരുന്നു. അക്രമം കാണിച്ച പാകിസ്ഥാനെതിരെ കർശന നടപടി സ്വീകരിച്ചതിനാണ് വർമാജിയെ അവർ വകവരുത്തിയത്. ഉറപ്പായിട്ടും ഈ ചതിയുടെ പിന്നിൽ പാകിസ്ഥാന്റെ കൈകളാണ്. കെയർലെസ്സായ ഒരു SPG ആണ് ഇതിനൊക്കെ കാരണം. Sorry, my deep condolences to your family. Congratulations, next Prime Minister. Thank you, sir. Stop it, I say. Give me a straight answer. സർ, PM എന്തോ ആപത്ത് വരാൻ പോകുന്നെന്ന് എനിക്ക് തോന്നിയിരുന്നു. പക്ഷെ കുട്ടികളുടെ അടുത്ത് ബോംബുണ്ടെന്ന കാര്യം എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. ഹലോ, PM രക്ഷിക്കുന്നത് മാത്രമാണ് നിങ്ങളുടെ ഡ്യൂട്ടി. എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുതെന്ന് വിവരിക്കുന്ന ബ്ലൂ ബുക്കാണ് നമ്മുടെ ബൈബിൾ. ഡ്യൂട്ടിയിൽ there is no space for sentiments. നീ വിചാരിച്ചെങ്കിൽ PM രക്ഷിക്കാമായിരുന്നു. മിസ്റ്റർ ഖദർ, വിചാരണ കഴിയും വരെ യു ആർ സസ്പെൻഡഡ്. ചന്ദ്രകാന്ത വർമ്മയ്ക്ക് ശേഷം ആര് പ്രധാനമന്ത്രിയാകണമെന്ന നിർണായക തീരുമാനം എടുക്കുന്നതിനാണ് ഭരണകക്ഷി MPമാരുടെ യോഗം ഇപ്പോൾ നടക്കുന്നത്. രണ്ടു വിഭാഗങ്ങളും തമ്മിൽ ഇക്കാര്യത്തിൽ വലിയ തർക്കം നടക്കുന്നതായാണ് അറിയാൻ സാധിക്കുന്നത്. തർക്കങ്ങൾ കയ്യാങ്കളിയിലേക്ക് നീങ്ങിയതിനാൽ വ്യക്തമായൊരു തീരുമാനത്തിൽ എത്തിച്ചേരാൻ സാധിക്കുമെന്ന് തോന്നുന്നു. നിങ്ങളൊന്ന് നിർത്തുന്നുണ്ടോ? പാർട്ടിയുടെ സമ്മേളനമാണോ ഇത്? ഇങ്ങനെയുള്ള നിർണായക സന്ദർഭത്തിൽ പാർട്ടിയുടെ കെട്ടുറപ്പ് തകരാതിരിക്കാൻ പാർട്ടിയുടെ ഒരേ ഒരു പോംവഴി അഭിഷേക് വർമ്മയാണ്. ഇത് നമ്മുടെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. സിക്കന്ദർ മാത്രം അധികാരത്തിൽ തന്നെ വരട്ടെ. ഇന്ത്യൻ രാഷ്ട്രീയം പുതിയ വഴിത്തിരിവിലേക്ക്. അറിയപ്പെടുന്ന രാഷ്ട്രീയ പ്രവർത്തകരല്ലാത്ത ഒരുപാട് പേർ അധികാരത്തിലെത്തിയ ചരിത്രമാണ് ഇന്ത്യക്കുള്ളത്. അതേ പാതയിൽ മുൻ പ്രധാനമന്ത്രി ചന്ദ്രകാന്ത വർമ്മയുടെ പുത്രൻ അഭിഷേക് വർമ്മയാണ് ഇന്ത്യയുടെ പുതിയ പ്രധാനമന്ത്രി. ഉറപ്പായും ഇത് ജെയ്ഷെ മുഹമ്മദാ. ബോംബ് ആക്ടിവേറ്റ് ചെയ്യുന്ന മെത്തേഡ്സ് നോക്കിയേ. സി ആനന്ദ്, ഉറപ്പായിട്ടും ഇത് എപ്പോഴും PM കൂടെ തന്നെ നിന്നിരുന്ന അഞ്ജലി ബോംബ് പൊട്ടി നേരത്തെ എന്തിനാണ് മാറിയുന്നത്? നീ എല്ലാത്തിനും പോലീസ് ബുദ്ധിയോടെ നോക്കി കാണരുത്. ഗുഡ് മോർണിംഗ് സർ. ഹായ് മിസ്റ്റർ ജോസഫ്. ഹായ് മിസ്റ്റർ മനോജ്, ഹൗ ആർ യു? യു ആർ ഖദർ, റൈറ്റ്? ഒരു സസ്പെൻഡ് ചെയ്യപ്പെട്ട ഓഫീസർക്ക് ഇവിടെ എന്താ ജോലി? ഹൗ കാൻ യു കം? സർ, ഞാനാ കൂട്ടിക്കൊണ്ടുവന്നത്. ഇറ്റ്സ് നോട്ട് റൈറ്റ്. പ്രൈം മിനിസ്റ്ററുടെ അസാസിനേഷൻ നടന്നിരിക്കുകയാണ്. ഇൻവെസ്റ്റിഗേഷൻ നടക്കുമ്പോൾ ഹി കനോട്ട് കം. ഇറ്റ്സ് ടോപ്പ് സീക്രട്ട്. ആവാതെ സർ, ഹി ജസ്റ്റ് വാണ്ട് ടു നോ ഹൗ ഇറ്റ് ഹാപ്പൻ. ഇയാളോട് അതൊക്കെ നമ്മൾ എന്തിനു പറയണം? വാട്ട് അതോറിറ്റി ഹി ഹാവ്? ദാ നോക്ക്, ഇൻവെസ്റ്റിഗേഷൻ ലിസ്റ്റിൽ നീയും ഒരാളാണ്. വിളിക്കുമ്പോ വന്നാ മതി. യു ക്യാൻ ലീവ് നൗ. എന്താ നോക്കുന്നേ? വാട്ട്? ജിപ്പ്. ഓ ഷിറ്റ്. ടെൻഷൻ ആവാതെ സർ, അതിട്ടിട്ടുണ്ട്. ഭാസ്കർ വെറുതെ പറ്റിച്ചു. ഒരു ദേശം നമ്മൾ ലാൻഡ്ലൈൻസും കൈകാലുകളും നഷ്ടപ്പെട്ടവർ വന്നിട്ടുണ്ട്. അവരെവിടെ? അവിടെ ഇരിക്കുന്നത്. നോ സർ. കഥ വാ വാ വാ. അഞ്ജലിയുടെ ഷെഡ്യൂൾ ഇല്ല, പ്രോട്ടോകോൾ അറിയില്ലേ? നമസ്കാരം കാവൽക്കാര. SPGയുടെ നെറ്റ്വർക്ക് ഞാൻ ഹാക്ക് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ നീ ഞാനും മാത്രമാണ് സംസാരിക്കുന്നത്. നിനക്ക് ഇനിയും ഒരു ഡെമോ കാട്ടുന്നതിനാണ് ഞാൻ പറഞ്ഞിരുന്നില്ലേ?
ജോസഫ്, ലുക്ക് അപ്പ്. 10 o'clock. തകര ഷീറ്റിന് മുകളിൽ പ്രാവരിക്കുന്ന ഇടം കണ്ടോ? ആ ഫോറൻസിക്കാരെയും കൂട്ടിക്കൊണ്ടുവാ. ഹലോ. എടാ, ഒന്നുകിൽ നീ ഭീരുവായിരിക്കണം, അല്ലെങ്കിൽ നിന്റെ ശബ്ദം ഞാൻ തിരിച്ചറിയരുതെന്ന് കരുതി നീ മിണ്ടാതിരിക്കണം. നിന്നെ പിടിക്കും ഞാൻ. ഒരു ദിവസം നിന്നെ ഞാൻ ജീവനോടെ പിടിക്കും. അന്ന് മരിച്ചാൽ മതിയെന്ന് നീ ആഗ്രഹിക്കും. നെറ്റ്വർക്ക് പ്രോബ്ലം. ഓ, നമ്മൾ ഒരുത്തനെ ഫോൺ വിളിച്ച് അത് വേറൊരുത്തൻ എടുത്ത് നമ്മളെ കൊണ്ട് സംസാരിപ്പിക്കാതെ അവൻ സംസാരിച്ചാൽ ഫോണിന്റെ പ്രശ്നമല്ല, ഫോൺ എടുത്തവനാണ് പ്രശ്നം. ഡിസ്ട്രോയ് ദ ഫോൺ, ഇഡിയറ്റ്. സർ, സസ്പെക്ടിന്റെ ഒരുപാട് എവിഡൻസ് കിട്ടിയിട്ടുണ്ട്. വി മേ ഗെറ്റ് എ ബിഗ് ബ്രേക്ക്. വെരി ഗുഡ്. ഈ സ്ഥലം ആരാ കണ്ടുപിടിച്ചത്? വി മസ്റ്റ് അപ്രീഷിയേറ്റ് ഹിം. ദാ അയാളാണ് സർ, ഗ്രീൻ ഷർട്ട്. വൈ ആർ യു ഹിയർ? നിന്നോട് ആരാ ഇതെല്ലാം ചെയ്യാൻ പറഞ്ഞത്? ഇറ്റ്സ് നോട്ട് യുവർ ജോബ്. അയാളുടെ ഇന്റലിജൻസ് വെച്ചിട്ട് ഈ സ്ഥലം കണ്ടുപിടിക്കാനായത്. ഇതെല്ലാം എന്റെ ജോലിയാണ്, ഞാൻ നോക്കിക്കൊള്ളാം. ഹി ഈസ് ഡിസ്റ്റർബിംഗ് ദ ഇൻവെസ്റ്റിഗേഷൻ മിസ്റ്റർ ജോസഫ്. അവനോട് പുറത്തു പോകാൻ പറയൂ. വാട്ട് ഇസ് ദിസ് ബാഡ് സ്മെൽ? താഴേക്ക് നോക്കൂ സർ. വാട്ട്? ഡോണ്ട് പ്ലേ വിത്ത് മീ അഗൈൻ. ബി കെയർഫുൾ. ജനലിലൂടെ പുറത്തേക്ക് നോക്കൂ സർ. ഓ മൈ ഗോഡ്. ഇതാ കൊലയാളികൾ ഉപയോഗിച്ച ഫോൺ. അവരാരാണ്, എന്താ? നോ, മിണ്ടാതിരി. എനിക്കെല്ലാം അറിയാം. നീ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നീ ആദ്യം ഇവിടുന്ന് പുറത്തു പോ. ഗെറ്റ് ഔട്ട്. വാട്ട്? സർ, ഇവിടെ നിൽക്കണ്ടെന്നാണ് പറഞ്ഞത്. എവിടെ നിൽക്കണ എവിടെ നിൽക്കണ്ട എന്നൊക്കെ എനിക്ക് അറിയാമോ. അത് നീ പറയണ്ട. അയ്യോ, സ്റ്റുപ്പിഡ് പിജിയൻ. Now we are 100% successful, sir. സൈഗോട്ടിന്റെ ക്രോമോസോം ലെവൽ ഓൾട്ടർ ചെയ്യാൻ സാധിച്ചതിനാൽ ആൺപ്രാണികളെയും പെൺപ്രാണികളെയും പ്രത്യേകം സൃഷ്ടിക്കാൻ കഴിഞ്ഞു. യു ആർ റൈറ്റ്. പക്ഷേ എല്ലാം എന്താ ഇങ്ങനെ മെലിഞ്ഞിരിക്കുന്നത്? പർപ്പസ്ഫുൾ ആയി പട്ടിണി കിട്ടതാണ് സർ. സർ, കൃഷിയിടങ്ങളിൽ മൈനിങ് പാടില്ല എന്ന് പറഞ്ഞ് കൃഷിക്കാർ സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. നേരത്തെ നമുക്ക് സ്ഥലം തരാമെന്ന് പറഞ്ഞിരുന്നവരും ഇപ്പൊ തരില്ല എന്നാണ് പറയുന്നത്. അവര് വലിയ സമരങ്ങളൊക്കെ തുടങ്ങാൻ പോവാണ്. നമ്മുടെ മീഡിയാസിനെ വെച്ച് ഈ സമരങ്ങളുടെ കാരണം മൈനോറിറ്റീസ്, നെക്സൽസ്, വിദേശ ശക്തികളൊക്കെയാണ് സ്ഥാപിക്കണം. ശ്രദ്ധ തിരിച്ചിട്ട് കാര്യം നടത്തണം. സർ, വാട്ട്? നമ്മുടെ പ്രോജക്ട് രാമനാഥപുരം പോലെയുള്ള വരണ്ട ഭൂമിയിൽ ആരംഭിച്ചാൽ കൃഷിക്കാരെല്ലാം സ്വമേധയാ അവരുടെ സ്ഥലം നമുക്ക് വിട്ടുതരില്ലേ? യു ആർ റൈറ്റ്. പക്ഷേ തോറിയം തഞ്ചാവൂരിലാണുള്ളത്. സോ പ്രോജക്ട് തഞ്ചാവൂരിൽ നിന്നും രാമനാഥപുരത്തേക്ക് മാറ്റാനാവില്ല. അതുകൊണ്ട് തഞ്ചാവൂരിനെ രാമനാഥപുരമാക്കി മാറ്റണം. കതിരേ, എടാ കതിരേ, എഴുന്നേക്കടാ. എടാ, നമ്മുടെ നാട്ടിൽ ഏതോ ജീവി വന്നെന്ന്. വാ, എഴുന്നേറ്റ് വാ, നോക്ക്. കർഷകർക്ക് ഇത് വീണ്ടും വലിയ ഭീഷണിയായി മാറിയിരിക്കുകയാണ്. വരൾച്ചയും വെള്ളപ്പൊക്കവും മൂലം ആയിരക്കണക്കിന് ഏക്കറിലെ കൃഷിയാണ് ഈ വർഷം നശിച്ചത്. അജ്ഞാതമായ ഈ പ്രാണികളുടെ ആക്രമണം വരും കാലത്ത് കൂടുതൽ നഷ്ടങ്ങളിലേക്കാണ് കർഷകരെ തള്ളിവിടുന്നത്. എടാ,
നമ്മുടെ കൃഷിക്ക് കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ലല്ലോ. ഇങ്ങോട്ടൊന്നും ആ പ്രാണി വരത്തില്ല ചേച്ചി. 4-5 കിലോമീറ്റർ അപ്പുറത്തല്ലേ ആ പ്രാണി ഉള്ളത്. ഇത്രയും ദൂരം അതെങ്ങനെ വരാനാ? ദാ വന്നു കഴിഞ്ഞല്ലോ. എന്താടാ ഇത്? മഴ പെയ്യുന്ന മാതിരി വന്ന് വീഴുന്നല്ലോ. ദാ നോക്കിക്കേ, ഇതിന്റെ വലിപ്പം കണ്ടു ചേച്ചി. എടാ വൈപ്പ് ഓഫ് ചെയ്ത്. എടാ വൈപ്പ് ഓഫ് ചെയ്യാൻ. അയ്യോ എടാ സൂക്ഷിച്ച്. പൊട്ട. ഞാൻ പറഞ്ഞില്ലേ ചേച്ചി, ദേ അങ്ങോട്ട് നോക്ക്. എന്താടാ ഇത്? എന്താടാ ഇതൊക്കെ? ചേച്ചി അത് നമ്മൾ ഉപദ്രവിക്കുന്നത്. വെറുതെ ചുമ്മാ കുട്ടികളെ പോലെ കിടന്ന് പേടിക്കാതെ. രാമയുടെ മോളുടെ കല്യാണം ഉറപ്പിച്ചത്. കൃഷി നശിച്ചപ്പോൾ അയാൾ വിഷം എടുത്ത് കുടിച്ചു. ശരി ശരി, വണ്ടി നിർത്തണം. വിട്ടോ വിട്ടോ വിട്ടോ. വേഗം കൊണ്ടുപോകും. ഇറ്റ്സ് ടു ഏർലി ടു സേ എനിത്തിങ്. കുറച്ച് സമയത്താ. ഇത് ഏത് തരത്തിലുള്ള പ്രാണി, ഇതിനെ എങ്ങനെ നശിപ്പിക്കുക എന്ന് റിസർച്ച് ചെയ്തതിനു ശേഷം പറയാം. പ്ലീസ്, വേറെ ഒന്നും പറയാൻ പറ്റില്ല. എന്തുതരം പ്രാണിയാണ്? പ്ലീസ് ഡിസ്റ്റർബ് ചെയ്യാതെ. നിങ്ങൾ പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിലെ ടീമിലുള്ളതല്ലേ? ടിവിയിൽ കണ്ടിട്ടുണ്ട്. ഞാനിവിടെ കൃഷിയും ചെയ്യുന്നുണ്ട്. ഐ ആം സതീന്ദ്രൻ, എന്റമോളജിസ്റ്റ്. ഇതേപോലുള്ള വെട്ടിക്കിളികൾ ആഫ്രിക്കയിലെ മഡഗാസ്കറിൽ മാത്രമാണ് ഉള്ളത്. കൂട്ടമായി ലക്ഷക്കണക്കിന് വരുന്ന ഇവയെ ലോക്കട്ട്സ് എന്നാണ് വിളിക്കുന്നത്. ഇന്ത്യയിൽ ഇവ ആദ്യമായിട്ടാണ് കാണപ്പെടുന്നത്. സർ, ഇത് എങ്ങനെയാ കൺട്രോൾ ചെയ്യുന്നത്? നിങ്ങളെല്ലാം ഓർഗാനിക് രീതിയിൽ കീടനാശിനിക്ക് പകരം വേപ്പെണ്ണയല്ലേ അടിക്കുന്നത്? ഓക്കെ. ആ വേപ്പ് മരത്തിന്റെ അവസ്ഥ എന്താണെന്ന് നോക്കിക്കേ. ഇതിനെ നമുക്കൊന്നും ചെയ്യാനാവില്ല. 2-3 ദിവസം കൊണ്ട് താനേ ചത്തോളും. അത് കഴിഞ്ഞ് അതിന്റെ ശല്യം ഉണ്ടാവില്ല. സർ, അതെന്താ ഇണചേരുകയും മുട്ടയിടുകയും? ഒരിക്കലും സംഭവിക്കില്ല. സർ, എന്തായി പറയുന്നത്? ഞാൻ ഈ നാട്ടിൽ നിന്നും ഒരുപാട് സാമ്പിൾ കളക്ട് ചെയ്തിരുന്നു. അതിലൊരു പെൺപ്രാണി പോലും ഇല്ലെന്നുള്ളതാണ് നമ്മളെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയത്. നാശമുണ്ടാക്കുന്നത് മുഴുവൻ ആൺപ്രാണികളാണ്. ലുക്ക് അറ്റ് ദിസ് സബ്ജെനിറ്റൽ ഫോക്കുല. ഇതെങ്ങനെയാണ് സർ എല്ലാം ആൺപ്രാണികളാണ്? ദാറ്റ്സ് എ $1 million ക്വസ്റ്റ്യൻ. ആൺപ്രാണി മാത്രമുള്ളത് നമ്മുടെ ഭാഗ്യം. പെൺപ്രാണി കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ മുട്ടയിട്ട് പെരുകി കാറ്റസ്ട്രോഫിക് ഇവിടെ ആകെ നശിപ്പിച്ചെന്നെ. സർ, ഇതിന്റെ പേരെന്താണെന്ന് പറയാമോ? ദിസ് സ്പീഷീസ് കം അണ്ടർ സിലിഫെറ ഗ്രിഗേറിയ. സോറി, സിലിഫെറ. കദീർ, സർ, സീലിഫെറയെ പറ്റി കേട്ടിട്ടുണ്ടോ? സീലിഫെറ? നോട്ട് എക്സാക്ട്ലി സർ, ബട്ട് ഒരുതരം പ്രാണിയാണെന്ന് തോന്നുന്നു. ഞാൻ പിന്നെ വേറെ എന്ത് ചെയ്യാനാ? അയ്യോ, ഇനി ഞാൻ എന്ത് ചെയ്യും? അയ്യോ എന്റെ ദൈവമേ, വിടുടി എന്നെ, എല്ലാം നശിച്ചില്ലേ? ചേട്ടാ, നാളെ രാവിലെ PM-ന്റെ ഓഫീസിലേക്ക് നീ വരണം, അർജന്റ്. വാഗതരെ, അഭിഷേക് PM ആയത് ഒരു സ്വപ്നം പോലെ തോന്നുക. സാറിനെ തെറ്റിദ്ധരിക്കരുത്. അബി സ്റ്റിലും മോട്ടീവ്ലെസ് ഇന്നസെന്റ് എന്നാണ് കേട്ടത്. കയറ്റത്തിൽ വെച്ച് ബ്രേക്ക് ഡൌൺ ആയ കാറ് റിവേഴ്സിൽ പോയിരിക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ കിട്ടുന്ന കല്ലെടുത്ത് ടയറിനിടയിൽ വെക്കുന്ന മാതിരി ചെറിയ പയ്യനെ PM സീറ്റിൽ പിടിച്ചിരുത്തണമായിരുന്നു സർ. എക്സാക്ട്ലി. ഈ നാട് മുന്നോട്ട് പോയില്ലെങ്കിലും കുഴപ്പമില്ല, പിന്നോട്ട് ഒരിക്കലും പോകരുത്. ഗുഡ് മോർണിംഗ് കദർ. അഭിനന്ദിക്കാൻ വന്നില്ലെങ്കിൽ കൂടി ആശ്വസിപ്പിക്കാനെങ്കിലും വരുമെന്ന് കരുതി.
അബി സോറി, ഞാൻ ആ ഷോക്കിന് ഇതുവരെ നോർമൽ ആയിട്ടില്ല. നോ, ഒന്നും പറയണ്ട. ഈ നാടിനോട് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ വരണമായിരുന്നു. വന്നിട്ട് ഇവരുടെ കൈയും കാലും പിടിച്ചിട്ടെങ്കിലും ഞാൻ PM ആവുന്നത് തടയണമായിരുന്നു. ചുമ്മാ ഇരിക്കബി. ചുറ്റും നടക്കുന്ന കാര്യങ്ങളെല്ലാം കണ്ടിട്ട് എനിക്ക് ഭയമാകുന്നു. ഐ എം വറീഡ് അബൌട്ട് യുവർ സെക്യൂരിറ്റി. നീ അബിയുടെ കൂടെ നിന്നാ നന്നായിരുന്നു. കതിറിന്റെ ഓർഡർ വേഗം റെഡിയാക്കുക. സർ, ഞാൻ സസ്പെൻഷനിലാണ്. നിങ്ങളുടെ സസ്പെൻഷൻ ഓർഡർക്ക് റിവോക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പ്ലീസ് ബി വിത്ത് മീ. ഫ്രം നൗ യു ആർ മൈ പ്രിൻസിപ്പൽ സെക്യൂരിറ്റി അഡ്വൈസർ. ഓക്കെ? നമസ്കാരം. എല്ലാവർക്കും സുഖമാണോ? ഞങ്ങൾക്ക് സുഖമാണോ എന്നുള്ളതല്ല പ്രശ്നം, നാടിന്റേതാണ്. പെട്രോൾ വില എവിടെയോ എത്തി. അതിനെന്ത് ചെയ്യാൻ സാധിക്കും? അത് ആക്ച്വലി ഇപ്പോ സ്റ്റേറ്റ് ഗവൺമെന്റിനോട് ടാക്സ് കുറയ്ക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് പറയും സാർ. അനധികൃതമായ മൈനിങ് കാരണം കർഷകരാകെ പ്രതിസന്ധിയിലാണ്. അതിനെന്ത് പരിഹാരമാണ് നിർദ്ദേശിക്കുന്നത്? ആ പ്രോജക്ടിന്റെ നല്ല വശങ്ങൾ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കൂ എന്ന് പറയൂ സർ. ഒരു ഭാഗത്തോട് ചൈന നമ്മൾ ആക്രമിക്കാൻ തയ്യാറാവുന്നുണ്ട്. അതിനെന്ത് ചെയ്യാൻ പറ്റും? ഇത്രയും ചെറിയ പ്രായത്തിൽ ഈ പദവിയിൽ ഇരിക്കുന്ന എന്ത് യോഗ്യതയാണുള്ളത്? ഈ ഗവൺമെന്റ് കോർപ്പറേറ്റുകളെ മാത്രം സഹായിക്കുന്നു എന്നൊരു ആരോപണമുണ്ട്. അതിനെന്താ മറുപടി? അബി സർ, റിലാക്സ്. സ്വന്തം മനസാക്ഷിക്ക് എന്ത് തോന്നുന്നു അത് ഈ മാത്രം. ചോദ്യങ്ങൾക്ക് താങ്കളുടെ മറുപടി എന്താണ്? മെഷീൻ ഗണ്ണ് വെച്ച് ഷൂട്ട് ചെയ്യുന്ന പോലെ ചോദ്യങ്ങൾ ചോദിച്ചാൽ എങ്ങനെയാ? ടു ബി വെരി ഫ്രാങ്ക് വിത്ത് യു, ചില ചോദ്യങ്ങൾക്ക് എനിക്ക് ഉത്തരം അറിയില്ല. ചില ചോദ്യങ്ങളെ എനിക്ക് മനസ്സിലായില്ല. ബാബറിന് ശേഷം ഹുമയൂൺ അക്ബർ എന്ന് പറഞ്ഞ് പരമ്പരയായി നാട് ഭരിക്കാൻ ഇതൊരു നാട്ടുരാജ്യമല്ല. പരമ്പരയായി അപ്പുപ്പൻ, മകൻ, ചെറുമകൻ എന്ന് കണ്ടിന്യൂ ചെയ്ത് വരാൻ ഇതൊരു സിദ്ധവൈദ്യശാലയും അല്ല. ചരിവിൽ നിൽക്കുന്ന കാറിന് പെട്ടെന്ന് കയ്യിൽ കിട്ടുന്ന കല്ല് വെച്ച് തട വെക്കുന്നത് പോലെ പാർട്ടിയെയും രാജ്യത്തെയും രക്ഷിക്കുന്നതിന് വേണ്ടി എന്നെ ഈ PM പോസ്റ്റിലേക്ക് തിരികെ വെച്ചിരിക്കുക. 25 വയസ്സ് പൂർത്തിയായെന്നുള്ള ഏജ് എലിജിബിലിറ്റി മാത്രമല്ലാതെ വേറെ യാതൊരു വിധത്തിലുള്ള യോഗ്യതയും എനിക്കില്ല. പക്ഷേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ആരെങ്കിലും ഏൽപ്പിച്ചു തന്ന അതെങ്ങനെയെങ്കിലും ചെയ്തു തീർക്കണമെന്നുള്ള ഒരു വാശിയുണ്ടല്ലോ. കോളേജ് ഫൈനൽ ഇയറിൽ 12 അരിയേഴ്സ്. നീ ഇത് ക്ലിയർ ചെയ്യാനായി 5 വർഷം എടുക്കുമെന്ന് അച്ഛൻ എന്നെ വെല്ലുവിളിച്ചു. അടുത്ത സെമസ്റ്ററിൽ തന്നെ എല്ലാം ക്ലിയർ ചെയ്തെടുത്തു. അതുപോലെ തന്നെ ഒരു ബംഗാളി പെണ്ണിനെ കറക്കിയെടുക്കാനായി ഒരൊറ്റ ആഴ്ച കൊണ്ട് ബംഗാളി പഠിച്ചെടുത്തു. ഏത് നാട്ടിലാണ് സർ? എന്നിട്ട് എന്തായി സാർ? സോ നിങ്ങൾക്ക് ഹെഡ്ലൈൻസിന്റെ കൂടെ ബ്രേക്കിംഗ് ന്യൂസും കിട്ടിയില്ലേ? ഐ വിൽ മേക്ക് ഇറ്റ് മോർ ഇൻട്രസ്റ്റിംഗ് ഫോർ യു ഗൈസ്. അതിനുശേഷം മലയാളം, പഞ്ചാബി, ഗുജറാത്തി ഒക്കെ പഠിച്ചു ഞാൻ. ഇപ്പോൾ ഏത് ഭാഷയാണ് സാർ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? വാട്ട്സ് യുവർ മദർ ടങ്? തെലുങ്ക് സർ. വൈ? ഞാൻ പഠിക്കാൻ തയ്യാറാ. എന്നെ പഠിപ്പിക്കാമോ? ഓക്കെ, ജോക്സ് അപ്പാർട്ട്. ഈ വിത്ത് മുളയ്ക്കും പൂക്കും എന്ന വിശ്വാസത്തോടെ വിതച്ചതാ. അത് മുളച്ചോ ഇല്ലയോ എന്ന് ഡെയിലി മണ്ണ് മാന്തി നോക്കരുത്. ഞാൻ ചന്ദ്രകാന്ത വർമ്മയുടെ വിത്ത. ഒരിക്കലും കരിഞ്ഞു പോവില്ല. പ്ലീസ് ഗീവ് മീ സം ടൈം. ജയ് ഹിന്ദ്. വെൽക്കം സർ. PMന്റെ ഓഫീസിൽ നിന്നും വരുമെന്ന് ഇൻഫോം ചെയ്തിരുന്നു സർ. ഓക്കെ. കുടിക്കാൻ എന്താ കോഫി ഓർ ടീ? നോ താങ്ക്സ്. കാശ്മീരിൽ നിന്നും കളക്ട് ചെയ്ത എവിഡൻസസ് ഒക്കെ അനലൈസ് ചെയ്തായിരുന്നു. അതിലെന്തെങ്കിലും ബ്രേക്ക് ത്രൂ കിട്ടി? അൺഫോർച്ചുനേറ്റ്ലി വി ഡിഡ് നോട്ട് ഗെറ്റ് എനി ലീഡ് സർ, ബട്ട് സ്റ്റിൽ വി അനലൈസിംഗ് സർ. അനലിസ്റ്റ് ആരാ? മിസ്റ്റർ രാമാനുജം. ഹി ഈസ് മിസ്റ്റർ കതിരവൻ ഫ്രം പ്രൈം മിനിസ്റ്റർ. സോ വിൽ ടേക്ക് ഫോർവേഡ് ഇറ്റ് ഫ്രം ഹിയർ. താങ്ക് യു സർ. തന്നെയാ പൊയ്ക്കോളാൻ പറഞ്ഞതാ. ഹലോ മിസ്റ്റർ രാമാനുജം. ഹലോ. ഒരു ചെറിയ ലീഡ് പോലും കിട്ടിയിട്ടില്ല ഇതുവരെ. സാർ, അതിന് ഇതിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഫിംഗർ പ്രിന്റ്, DNA സാമ്പിൾ ഒന്നും തന്നെ മാച്ച് ആകുന്നില്ല സാർ. സാർ ദേഷ്യപ്പെടാതെ ഒരിക്കലും നോക്കൂ സാർ. ഞാൻ വീട്ടിൽ പോലും പോകാതെ രാപകലില്ലാതെ ഇവിടെ തന്നെ ഇരുന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 7 പ്രാവശ്യം അവൾ എന്നെ ഫോൺ ചെയ്തു. എനിക്ക് വേറെ ഏതോ ബന്ധമുണ്ടെന്ന് എന്റെ ഭാര്യ ഇപ്പോൾ സംശയിക്കുന്നു. ആധാർ കാർഡ് അതിലൊന്നും നോക്കിക്കൂടെ? എന്താ കളിയാക്കുകയാണോ? 135 കോടി ജനങ്ങളുണ്ട് സാർ. അത് പരിശോധിക്കാൻ വേണ്ടി വലിയൊരു ടീം തന്നെ വേണം. സൂപ്പർ കമ്പ്യൂട്ടർ വിചാരിച്ചാൽ പോലും ഇത് കണ്ടുപിടിക്കാൻ ദിവസങ്ങളെടുക്കും. ഇപ്പൊ പോസ്റ്റിംഗിലുള്ളവർ റിട്ടയർ ആയവർ, അതായത് IB, റാവ്, NSG, SPG ഇവരെല്ലാം ചെക്ക് ചെയ്താണല്ലോ. അതെന്തുകൊണ്ടൊരു യൂണിഫോം ഇട്ട ആളായിക്കൂടാ? അത് യൂണിഫോം ഇട്ടവനോ തുണി ഉടുക്കാത്തവനോ നാളെങ്ങാനും കണ്ടുപിടിച്ചാ പോരെ. ഞാൻ ഇതുവരെയായിട്ട് കുളിച്ചിട്ട് പോലും ഇല്ല സാർ. ഞങ്ങളൊരു വലിയ കുറ്റവാളി തേടിക്കൊണ്ടിരിക്കുക. ഡു ഇറ്റ് നൗ. ഞങ്ങളുടെ വെയിറ്റ് ചെയ്യാം സാർ. എന്റെ വിധി. അയാൾ ആരായിരുന്നാലും അയാൾ എന്താ ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്കറിയാം. ദാറ്റ് ഈസ് അനദർ $1 million ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദാറ്റ്? കണ്ടുപിടിച്ചു. ഞാൻ കണ്ടുപിടിച്ചു സാർ. ദാ ഇവനാണ്. വന്ന് നോക്കണം സാർ. ഇവന്റെ ഫിംഗർ പ്രിന്റ് എത്ര കൃത്യമായിട്ട് മാച്ച് ആയിരിക്കുന്നു. നമ്മുടെ രഞ്ജിത്ത്. രഞ്ജിത്ത്, ജോസഫ്, ഞാൻ 3 പേരും ഇന്റലിജൻസിൽ ജോലി ചെയ്തിരുന്നു. രഹസ്യ ദൌത്യവുമായി എന്റെ നേതൃത്വത്തിലുള്ള 5 അംഗ സംഘം പാകിസ്ഥാനിലേക്ക് പോയി. അവിടെ ഞങ്ങൾ പല വേഷങ്ങളിൽ ജനങ്ങളുമായി ഇടപഴകി ജോലി ചെയ്തു. 5 പേരും ശേഖരിച്ച തെളിവുകൾ
പരസ്പരം പങ്കുവച്ചു. അപ്പോഴാണ് പാകിസ്ഥാൻ ഡൽഹിയിൽ ഒരു വലിയ സ്ഫോടനത്തിന് പ്ലാൻ ചെയ്യുന്ന കാര്യം ഞങ്ങൾ മനസ്സിലാക്കിയത്. അതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഉടൻ തന്നെ ജോസഫിനെ അറിയിച്ചു. എന്നാൽ ഞങ്ങളുടെ ടീമിലുണ്ടായിരുന്നത് ഒരു ഡബിൾ ഏജന്റ് ആണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. സ്റ്റേപ്ലർ. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം, ഞങ്ങളെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം അവൻ പണത്തിനു വേണ്ടി ISIക്ക് ചോർത്തി കൊടുത്തു. അത് വെച്ച് അമീസ് ഖാൻ എന്റെ ടീമിലെ 4 പേരെയും വെടിവെച്ചു. അവരാരും യാതൊരു സത്യവും തുറന്നു പറയാതെ വീരമൃത്യു വരിച്ചു. എന്തിനാണ് ഞങ്ങൾ വന്നിരിക്കുന്നതെന്ന് ചോദിച്ച് എന്നെ ഒരുപാട് ദിവസം വല്ലാതെ ഉപദ്രവിച്ചു. അവിടെ നിന്ന് രക്ഷപ്പെട്ട ഞാൻ മാസങ്ങളോളം പാകിസ്ഥാനിൽ വേഷം മാറി സഞ്ചരിച്ചു. എന്നെപ്പറ്റി യാതൊരു വിവരവും ലഭിക്കാതിരുന്നത് മൂലം ഞാൻ മരിച്ചെന്ന് കരുതി അവർ എന്റെ ഫയൽ ക്ലോസ് ചെയ്തു. ഒരു ദിവസം അമീസ് ഖാൻ എന്നെ കണ്ടുപിടിച്ച് ഫോളോ ചെയ്തു. അവിടെ നിന്ന് ഒരു വിധത്തിൽ രക്ഷപ്പെട്ട് ഞാൻ ഇന്ത്യയിലെത്തി. രഞ്ജിത്തിന്റെ വീട്ടിൽ ഞങ്ങൾ റെയ്ഡിംഗ് ചെയ്യുന്നു. വിശദമായി പരിശോധിച്ചപ്പോൾ അവൻ തന്നെയാണ് ഞങ്ങൾ ഒറ്റിക്കൊടുത്തതെന്ന് തെളിവായി പല സുപ്രധാന രേഖകളും വോയിസ് ക്ലിപ്സും ഡോളേഴ്സും എല്ലാം ലഭിച്ചു. അത് വെച്ച് രഞ്ജിത്തിനെ ഞങ്ങൾ തെളിവോടുകൂടി അറസ്റ്റ് ചെയ്തു. ദേശദ്രോഹ കുറ്റം ചുമത്തി രഞ്ജിത്തിനെ 6 വർഷത്തേക്ക് ശിക്ഷിച്ചു. തിഹാർ ജയിലിൽ അടച്ചു. അപമാനം സഹിക്കാനാവാതെ ഷീല അവന്റെ ഭാര്യ മകനെയും കൂട്ടി ആത്മഹത്യ ചെയ്തു. അതിനുശേഷം അവനെപ്പറ്റി യാതൊരു വിവരം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ജോസഫ് അവനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ 3 മാസം മുമ്പ് അവൻ ജയിലിൽ നിന്ന് മോചിതനായി വീണ്ടും പഴയ പോലെയുള്ള കുറ്റങ്ങൾ ചെയ്തു തുടങ്ങിയെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ട്രേസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഒരു വിവരവും അവനെപ്പറ്റി. മതിയാക്കുക രഞ്ജിത്തിന്റെ കഥയെല്ലാം. എപ്പോ നോക്കിയാലും ടെററിസ്റ്റ്, ബോംബ്, ഡെത്ത്, വയലൻസ് ഒക്കെ. കുറച്ച് റൊമാൻറ്റിക് മൂഡിലേക്ക് വന്നൂടെ? നോട്ട് നൗ. ഇപ്പൊ കുറച്ച് പണിയുണ്ട്. നീ പോ നോക്കിയാ. വാ പോവാം. എങ്ങോട്ട്? ഒരു ലോങ് ഡ്രൈവ്. താജ്മഹലിന് ചുറ്റും നിന്റെ കൈയും പിടിച്ചൊരു വാക്ക്. കാൻഡിൽ ലൈറ്റ് ഡിന്നർ. ജൻപതിൽ ഷോപ്പിംഗ്. ഇതെല്ലാം ഒരു ദിവസം കൊണ്ട് തീരില്ല. 2 ദിവസം. 2 ദിവസം ലീവ് എടുത്ത് പോവാന്നാണോ? ഓക്കേ. നോ നോ നോ. 2 മിനിറ്റ്സ് ഞാൻ ബ്രേക്ക് എടുക്കാം. വേഗം പ്രേമിച്ചിട്ടേ നീ വിട്ടോ. 2 മിനിറ്റ്സ് ചെയ്തു തീർക്കുക. ഇതെന്താ നൂഡിൽസോ? അവിടെ ഇരുന്നോ. നിന്റെ ജോലി എന്നെ നടക്കും. ബൈ. തഞ്ചാവൂർ ജില്ലയിലെ ആയിരക്കണക്കിന് കർഷകർ സമരത്തിന്റെ പാതയിലാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ചേട്ടാ, നിങ്ങൾ സമരം ചെയ്യുന്ന എന്തിനാണ്? കൃഷി ചെയ്തുകൊണ്ടിരുന്ന നിലങ്ങളിലെല്ലാം വലിയ കമ്പനികൾ വന്ന് പാതാളം വരെ കുഴിച്ചു. മീഥേനും ഹൈഡ്രോ കാർബണും ഒക്കെ കുഴിച്ചെടുത്തു. ഇപ്പോ ഞങ്ങൾക്ക് കൃഷിയിടം ഇല്ല, ജീവിക്കാൻ ഒരു മാർഗവും ഇല്ല. ഇപ്പോ മിനറൽസ് എടുക്കാനായി വലിയൊരു കമ്പനി വന്ന് വീണ്ടും കുഴിക്കാൻ തുടങ്ങി. പാവങ്ങളെ ഭീഷണിപ്പെടുത്തി അവരുടെ വസ്തുക്കളെല്ലാം കൈവശപ്പെടുത്തിയിരിക്കുകയാണ്. കുറെ ഭൂമിയുടെ രജിസ്ട്രേഷൻ ഇന്ന് നടക്കാൻ പോവുകയാണ്. നിങ്ങളുടെ സമ്മതത്തോടെ തന്നെയാണ് നിലങ്ങൾ വാങ്ങുന്നതെന്നാണല്ലോ കമ്പനിയുടെ അധികാരികൾ പറയുന്നത്. ചില ഗ്രാമത്തില് ഒരുതരം പ്രാണികൾ കൂട്ടത്തോടെ വന്ന് അവിടെയുള്ള കൃഷികൾ മുഴുവൻ തിന്ന് നശിപ്പിച്ച് അത് കണ്ടിട്ടാ ചിലരുടെ മനസ്സ് മാറിയത്. അവരെ കമ്പനിക്കാർ വന്ന് കൊണ്ടുപോയി ചതിച്ച് ഒപ്പിടിക്കുകയാണ്. കണ്ടോ മാഡം, അത് കണ്ടോ? നിലം വിൽക്കാന്ന് പറഞ്ഞ കർഷകർ ഇവരൊക്കെയാണ് സർ. രജിസ്ട്രേഷൻ എന്താ ഇതുവരെ നടക്കാത്തത്? അതല്ല സർ, ഇവിടെ ആയിരക്കണക്കിന് കർഷകർ സമരത്തിലാണ്. വലിയ കലാപം ഉണ്ടാവും. പോലീസ് ഫോഴ്സ് തികയില്ല. മാനേജ് ചെയ്യാൻ പറ്റില്ല സർ. ആയുധപൂജയ്ക്ക് വെക്കാനാണോ പോലീസിന് ആയുധങ്ങൾ കൊടുത്തിരിക്കുന്നത്? സർ, ജനങ്ങൾ വളരെ ശാന്തമായിട്ടാണ് സമരം ചെയ്യുന്നത്. ആക്ഷൻ എടുത്ത പ്രശ്നമാകും. ഒരു പക്ഷേ അവരെന്തെങ്കിലും കത്തിക്കുകയോ തകർക്കുകയോ ഒക്കെ ചെയ്താൽ പിന്നെ. മനസ്സിലായി. പൊട്ടിക്കലടാ, നിങ്ങളൊക്കെ ആരാ നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? ദൈവം നിങ്ങളോട് പൊളിക്കലടാ. അയ്യോ,
നോക്ക് സാർ, ജനങ്ങൾ പോലീസിനെ അടിക്കുന്നത് കണ്ടോ? പോലീസ് വൻ കത്തിക്കുന്നുണ്ട്. തഞ്ചാവൂർ ജില്ലയിൽ മാവോയിസ്റ്റുകളുടെ സ്വാധീനം വല്ലാതെയുണ്ട്. കൃഷിക്കാരനായിട്ടും പൂക്കച്ചവടക്കാരനായിട്ടും വേഷം മാറി ചുറ്റി നടക്കുകയാണ് അവർ. അവിടെ നടക്കുന്ന സമരക്കാർക്കെല്ലാം പിന്നിൽ ഇവർ തന്നെയാണ്. നിങ്ങൾ പേടിക്കണ്ട, അതെനിക്ക് വിട്ടേക്ക്. നമ്മുടെ പട്ടാളത്തെ ഇറക്കി തൂത്തുവാരി കളഞ്ഞേക്കാം. ഒരു വിരൽ പോലും അനക്കണമെന്ന് സ്വപ്നത്തിൽ പോലും പിന്നെ അവർ വിചാരിക്കില്ല. ഈ ഒരു മാസത്തിനുള്ളിൽ മാത്രം 6 കലാപക്കാരും 16 പോലീസുകാരും മരിച്ചിട്ടുണ്ട്. മിലിറ്ററി ഇറക്കി നമ്മുടെ ജനങ്ങളുടെ മേലെ വോറോ? നല്ല ഹിറ്റ്ലർ ഐഡിയ പോലെ ഉണ്ടല്ലോ. ശരി, പോലീസ് അറ്റാക്ക് കൊണ്ട് ഈ ഒരു മാസത്തിൽ പൊതുജനങ്ങൾ എത്ര മരിച്ചിട്ടുണ്ട്? അത് എന്താ ഇത് പറഞ്ഞോ കതിർ. 312 പേർ മരിച്ചിട്ടുണ്ട്. ഓ ഗോഡ്, അത്രയും പേരോ? എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? സർ, നമുക്ക് കുറച്ച് ഓപ്പണായിട്ട് സംസാരിക്കാം. യാ, സാർ പറയുന്ന മാതിരി കൃഷി ചെയ്യുന്നവൻ, തേങ്ങ പറിക്കുന്നവൻ, പൂക്കച്ചവടം ചെയ്യുന്നവൻ ഒന്നും വേഷം കെട്ടിയവരല്ല സർ. അതാണ് അവരുടെ ജോലി. ജീവിതമാർഗമായ മണ്ണ് എന്നേക്കുമായി നഷ്ടപ്പെട്ടു എന്നറിഞ്ഞപ്പോ അവർ സമരത്തിനിറങ്ങി. സമരം ചെയ്യുന്ന തെറ്റാണെങ്കിൽ ആ പോരാട്ടത്തിനുള്ള സാഹചര്യം ഒരുക്കുന്നതും തെറ്റ് തന്നെയല്ലേ? അതുകൊണ്ടെന്താ ഗവൺമെന്റിന്റെ സ്വത്ത് നശിപ്പിക്കുന്നത് ന്യായമാണോ? പബ്ലിക് പോലീസിനെ അടിക്കുന്നത് ശരി തന്നെയാണോ? അതൊന്നും പൊതുജനങ്ങളല്ല സർ, പൊതുജനങ്ങളുടെ വേഷം കെട്ടി വന്നവരാ. മറ്റ് ചാനൽസിൽ വന്ന് ഫൂട്ടേജും കൂടെ ഒന്ന് കാണണം സർ. പോലീസ് ജനങ്ങളെ തലതല്ലി പൊട്ടിക്കുന്നത്, ദാക്ഷിണ്യമില്ലാതെ പന്നിയെ കൊല്ലുന്ന മാതിരി ആളുകളെ കൊല്ലുന്നത്, ഇതൊന്നും നിങ്ങളുടെ ഫൂട്ടേജിൽ കാണില്ല. ഇതെല്ലാം നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയ വിഷ്വൽ സർ. നമ്മുടെ പോലീസ് ദാഹജലവും കൊടുക്കും, വേണ്ടി വന്ന തീയും വെക്കും. ഹലോ, നിങ്ങളൊരു ഗവൺമെന്റ് ഓഫീസറല്ലേ? നിങ്ങൾ എന്താ നക്സലുകളെ പോലെ സംസാരിക്കുന്നത്? ഷട്ടപ്പ്. അദ്ദേഹത്തോട് സംസാരിക്കാൻ പറഞ്ഞത് ഞാനാ. അഗ്രികൾച്ചർ ലാൻഡില് മൈനിങ് ലൈസൻസ് കൊടുത്തതാണ് പ്രശ്നമല്ലേ കതിർ? അത് തന്നെയാണ് സർ പ്രശ്നം. റിസർച്ച് ചെയ്യാനായി മണലെടുക്കണമെന്നും പറഞ്ഞ് ലൈസൻസ് വാങ്ങിയിട്ട് തോറിയവും യുറേനിയവും രഹസ്യമായിട്ട് എക്സ്ട്രാക്ട് ചെയ്ത് വിദേശ രാജ്യങ്ങളിലേക്ക് കടത്തുകയാണ്. തലമുറകളായി കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ഭൂമിയിൽ പെട്ടെന്ന് ഖനനത്തിന് ലൈസൻസ് കൊടുത്ത ആ കൃഷിക്കാർ എന്താണ് സർ ചെയ്യുക? തന്റെ ജീവിതമാർഗവും ഇല്ലാതാക്കി ജീവനും വിലയില്ല എന്ന് വന്നാൽ സോറി സർ, നിങ്ങളും ഞാനും പോലും തെരുവിലിറങ്ങി സമരം ചെയ്തെന്നിരിക്കും. അങ്ങനെയാണെങ്കിൽ ലീഗൽ എന്ന് പറഞ്ഞ് നടത്തുന്ന ആ മൈൻസ് ക്ലോസ് ചെയ്തൂടെ? 8 മൈൻസ് മഹാദേവ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മഹാദേവിന്റെ സ്വന്തമാണ്. അയാളുടെ കമ്പനി എക്സൈസ്, എക്സ്പോർട്ട്, എൻവയോൺമെന്റൽ, പൊല്യൂഷൻ കൺട്രോൾ എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും പെർമിഷൻ വാങ്ങി നടത്തുന്നതാണ്. അയാൾ കോർട്ടിൽ പോയ പ്രശ്നമാവും. പോട്ടെ, അതേ കോർട്ടിൽ നമ്മളും പോവും. എന്താ സംഭവിക്കുന്നത് നോക്കാമല്ലോ. സന്തോഷ് സർ, നിങ്ങളൊരു കാര്യം ചെയ്യാം. മഹാദേവ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിനെ പറ്റി നാളെ തന്നെ ഒരു ഡീറ്റെയിൽ റിപ്പോർട്ട് തരണം. ഓക്കെ? ഷുവർ സർ. കുൽദീപ് സർ, വിശക്കുന്നു. പിസ എവിടെ? സർ, ഒരു 10 മിനിറ്റ് സർ. SPG ഗ്രൂപ്പ് ചെക്ക് ചെയ്തോണ്ടിരിക്കുക. ഓ, മുടിയാനായിട്ട് അത് 6 തണുത്ത് പോയി കാണും. സർ, മിസ്റ്റർ മഹാദേവ് വന്നിട്ടുണ്ട്. സാർ അദ്ദേഹത്തിന് ഡയറക്റ്റ് അപ്പോയിന്റ്മെന്റ് കൊടുത്തിട്ടുണ്ടോ? അതേക്ക് വരാൻ പറയാം. അങ്കിൾ, സോറി അങ്കിൾ, അങ്കിൾ വരാന്ന് പറഞ്ഞ കാര്യം മറന്നുപോയി. സാരമില്ലടോ. പിന്നെ പ്രൈം മിനിസ്റ്ററുടെ സീറ്റൊക്കെ എങ്ങനെയുണ്ട്? ഭയങ്കര ചൂടാണ് അങ്കിൾ. കം കം, ലെറ്റ്സ് ഹാവ് എ ഡ്രിങ്ക് അങ്കിൾ. നോ, എക്സ്ട്രീം ദേഷ്യത്തിലിരുന്നാ കുടിക്കും, അല്ലെങ്കിൽ അതിയായ സന്തോഷം വന്നാലും കുടിക്കും. ഇപ്പൊ 2 മൂഡിലും ഇല്ല. എന്താ അങ്കിൾ, പിന്നെ എന്തിനാ ഈ മിഡ് നൈറ്റ് മീറ്റിംഗ്? അബി, തഞ്ചാവൂർ ഡിസ്ട്രിക്റ്റിലെ മൈൻസ് എല്ലാം ഇതുവരെയും എന്താ ബാൻ ചെയ്യാത്തതെന്ന് നീ ഡിസ്കസ് ചെയ്തതായി പറഞ്ഞു കേട്ടു. ദിസ് ഈസ് അൺബിലീവബിൾ. ഈവനിങ് ക്യാബിനറ്റ് മീറ്റിംഗിൽ സീക്രട്ടായി പറഞ്ഞ കാര്യം ചൂടാറാതെ നിങ്ങളുടെ ചെവിയിലെത്തിയെങ്കിൽ നിങ്ങളുടെ ആരോ നിഴല് പോലെ ഇവിടെ ഉണ്ട്. പിടിക്കൂ അങ്കിൾ, നിങ്ങളുടെ ആൾ ആരാണെന്ന് ഞാൻ കണ്ടുപിടിക്കും. വേണ്ട ബി, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ക്യാബിനറ്റിൽ ആരും ബാക്കിയുണ്ടാവില്ല. അത്രയ്ക്ക് സ്പൈയോ? തഞ്ചാവൂർ ഏരിയയില് മൈൻസിനേക്കാൾ പ്രാധാന്യം കൃഷിക്കല്ലേ അങ്കിൾ? ഒരിക്കലുമില്ല. ഏതാണോ കൂടുതൽ ലാഭം തരുന്നത് അതിനാണ് പ്രാധാന്യം. ഈ മീറ്റിംഗ് ഷെഡ്യൂളുള്ളതല്ല. SPG ഇൻഫോം ചെയ്ത് ഇതെങ്ങനെ നടന്നു? അവിടെ മണ്ണിന്റെ താഴെ ഒളിച്ചിരിക്കുന്നത് 1000 രത്നഖനികളെക്കാൾ വിലയേറിയതാണ്. അതിന്റെ വാല്യൂ നിനക്കറിയില്ല. കറക്റ്റ് അങ്കിൾ. കൃഷിയുടെ വാല്യൂ അറിഞ്ഞ ഒരാൾ ഇവിടെ തന്നെ ഉണ്ട്. അതും തഞ്ചാവൂർ കർഷകൻ. അയാളോട് വരാൻ പറയാം. സാർ അയാളോടൊന്ന് സംസാരിച്ചു നോക്ക്. തഞ്ചാവൂർ കർഷകനോ? ഇതിവിടെ വാച്ച്മാന്റെ ജോലി ചെയ്യുന്ന ആളല്ലേ? ഇദ്ദേഹം എന്റെ പ്രിൻസിപ്പൽ സെക്യൂരിറ്റി അഡ്വൈസറാ, കതിർ. ഓ, തഞ്ചാവൂർ കർഷകൻ. ഗുഡ്. 1 ഏക്കർ നിലത്തിൽ നിന്നും 50 വർഷം കൊണ്ട് എന്ത് സമ്പാദിക്കാനാവുമോ അതിനേക്കാൾ കൂടുതൽ തുക സിംഗിൾ പേയ്മെന്റിൽ കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. അത് വേണ്ടാന്നും പറഞ്ഞ് തെരുവിലിറങ്ങി സമരം ചെയ്യുന്നവൻ വെറും മണ്ടനല്ലേ? അവൻ മണ്ടനായാലും ബുദ്ധിമാനായാലും ഇത്രയും കാശ് കൊടുത്ത് വാങ്ങാൻ നടക്കുന്നവൻ ഉറപ്പായും മണ്ടനായിരിക്കില്ല. ദാറ്റ്സ് ദ പോയിന്റ്. അവിടെ ഉണ്ടാകാൻ പോകുന്ന നെല്ലിന് കിൻഡലിന് പരമാവധി 1600 രൂപ കിട്ടുമായിരിക്കും. എന്നാൽ ആ മണ്ണിനടിയിൽ കിടക്കുന്ന തോറിയത്തിന്റെ ഇന്റർനാഷണൽ വാല്യൂ എത്രയെന്ന് പോലും അറിയില്ല.
അബേ, അത് വേണ്ട വിധം പ്രോസസ് ചെയ്ത് പുറത്തെടുത്താൽ ഇന്ത്യക്ക് ലോകത്തിലെ ഏറ്റവും വലിയ അറ്റോമിക് പവറായി മാറാം. അത് നിന്റെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് ആയിരിക്കും. വാവ്. പക്ഷേ എല്ലാ പാർട്ടികളും ഓർഗനൈസേഷൻസും ഇതിനെതിരെ സമരം ചെയ്യുന്ന എന്തിനാ? അവരെ പലവിധ പ്രശ്നങ്ങൾ കുടുക്കി ഭിന്നിപ്പിക്കണം. എലിയുടെ പുറകെ ഓടുന്നവന്റെ മുന്നിലേക്ക് ഒരു തേളിനെ ഇട്ടുകൊടുക്കണം. അപ്പോഴവൻ എലിയെ വിട്ടിട്ട് തേളിന്റെ പുറകെ പോകും. അപ്പോ നീ ഒരു പാമ്പിനെ എടുത്ത് അവന്റെ മുന്നിലേക്ക് ഇട്ടു നോക്ക്. അവൻ പാമ്പിനെ കൊല്ലാൻ നോക്കുന്ന ഗ്യാപ്പിൽ അവന്റെ മുതുകിന്റെ പിന്നിലൂടെ ഒരു ആനയെ വേണമെങ്കിലും കടത്താം. സൂപ്പർ അങ്കിൾ. യഥാർത്ഥത്തിൽ നിങ്ങളെയാണ് എന്റെ അഡ്വൈസറായിട്ട് വെക്കേണ്ടത്. അങ്കിള് പറയുന്നതൊക്കെ ശരി തന്നെയാ. പക്ഷേ കൃഷിയൊക്കെ നശിപ്പിച്ചിട്ട് വേണ്ട ഇതൊക്കെ ചെയ്യാൻ. ഈ നാട് പുരോഗമിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ആഴത്തിലുള്ള അടിത്തറ വേണം. ആ അടിത്തറ മാന്തുമ്പോ പുഴു, കീടം എല്ലാം വേറെ സ്ഥലം നോക്കി പോവുക തന്നെ വേണം. കൃഷിക്കാരെ നിങ്ങൾക്ക് പുഴുവിനെയും പ്രാണിയും പോലെയൊക്കെയാണോ? നിലം നിങ്ങൾക്ക് വെറും സ്വത്താണ്, പക്ഷെ ഞങ്ങൾക്കത് ദൈവമാണ്. അതുകൊണ്ടാ കൃഷിപ്പണി ചെയ്യാൻ ഇറങ്ങുന്നവൻ കാലിൽ ചെരുപ്പ് പോലും ഇടാത്തത്. നിങ്ങളെ പോലുള്ള കോർപ്പറേറ്റുകൾക്ക് വാങ്ങിയ കാശ് തിരിച്ചടയ്ക്കാൻ പറ്റില്ലെങ്കിൽ ഓടി രക്ഷപ്പെടാം. പക്ഷെ കടമടയ്ക്കാനാവാത്ത ഒരു കൃഷിക്കാരനും ഓടി ഒളിക്കില്ല. അന്തസ്സുള്ളവനാണ് സർ. ആത്മഹത്യ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 2 ലക്ഷം കർഷകർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അത്രയ്ക്ക് കഷ്ടപ്പെട്ട് ഈ കൃഷി എന്തിനാ ചെയ്യുന്നത്? ആകെ ഇത്രയും നെല്ലും ഗോതമ്പും പോരെ? കർണാടകയിൽ നിന്ന്, ഒറീസയിൽ നിന്ന്, വിയറ്റ്നാമിൽ നിന്ന്, തായ്ലൻഡിൽ നിന്ന് കപ്പൽ കണക്കിന് കൊണ്ടിറക്കാം. അബേ, ഇന്ത്യയെ നമുക്ക് സൂപ്പർ പവറാക്കി മാറ്റണം. നിന്നെ ഞാൻ സൂപ്പർ PM ആക്കാം. ഒരു കൃഷിക്കാരൻ തമിഴ്നാടിനെ മരുഭൂമിയാക്കിയിട്ട് ഇന്ത്യയെ സൂപ്പർ പവർ ആക്കാൻ പോവാണെന്നോ? കാമോൺ അബി, ദുബായ് പോലും മരുഭൂമിയാണ്. അവിടെ എന്താ കാശില്ലേ? വൺ ഓഫ് ദ റിച്ചസ്റ്റ് പ്ലേസ് ഓൺ എർത്ത്. ഈ നാടിന്റെ കൃഷിയും സംസ്കാരവും എല്ലാം തകർക്കുന്ന മാതിരി ഇതുപോലൊരു ഇടപാടിന് ഒരു ഗവൺമെന്റും തയ്യാറാവില്ല. അബി, ലെറ്റ് മീ ടെൽ യു സ്റ്റോറി. എത്യോപ്യയിൽ എനിക്കൊരു കൊയർ ഫാക്ടറി ഉണ്ടായിരുന്നു. 5 വർഷം മുമ്പ് അവിടുത്തെ ഭരണം മാറിയപ്പോ എൻവയോൺമെന്റൽ ഇഷ്യൂ എന്നും പറഞ്ഞ് അവരെന്റെ ഫാക്ടറി പൂട്ടിച്ചു. ജസ്റ്റ് $20 million. ജസ്റ്റ് $20 million ചെലവഴിച്ച് അവിടെയുള്ള ഒരു മിലിറ്റന്റ് ഗ്രൂപ്പിനെ കൊണ്ട് 3 ആഴ്ചയ്ക്കകം ഭരണം പിടിച്ചെടുത്തു. ഭരണത്തിലിരുന്ന പ്രസിഡന്റിനെ തൂക്കിക്കൊല്ലുകയും ചെയ്തു. ഇപ്പോ ആ രാജ്യത്ത് എനിക്ക് 14 കോപ്പർ ഫാക്ടറികൾ ഉണ്ട്. കതിർ, അങ്കിൾ എന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, എന്നാ മനസ്സിലാവുന്നുമില്ല. നിങ്ങൾ അവരുടെ ഖനികൾ മൂടിയാൽ നിങ്ങൾ ഗവൺമെന്റിനെ അദ്ദേഹം താഴെ ഇറക്കുന്നു. അയ്യോ അങ്കിൾ, എന്നെ കൊണ്ട് അതൊന്നും ചെയ്യിക്കരുതെന്നാ പറഞ്ഞേ. കറക്റ്റ് അങ്കിൾ. ഞാൻ അങ്കിളുടെ മൈൻഡ്സ് ഒക്കെ ക്ലോസ് ചെയ്ത് അത് അങ്കിളുടെ പ്രസ്റ്റീജ് ഇഷ്യൂ. ഇപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. അടുത്ത മാസം തഞ്ചാവൂരിൽ ഒരു ഗ്രാൻഡ് ഫംഗ്ഷൻ വെക്കാം. ആ ഫംഗ്ഷനിൽ ജനങ്ങളുടെ നന്മയ്ക്കായി അങ്കിളിന്റെ മൈൻഡ്സ് എല്ലാം അങ്കിൾ എന്നെ ക്ലോസ് ചെയ്യുന്നതായിട്ട് അനൗൺസ് ചെയ്തേക്കാം. ഞാൻ തന്നെ മാലയിട്ട് അഭിനന്ദിക്കാം. നല്ല ഇമേജ് കിട്ടും. ഇലക്ഷനിൽ നിന്നാ MP വരെ ആവാം. ഞാൻ എന്തിന് MP ആവണം? നിന്റെ പാർട്ടിയിലെ 60 MPമാരും ഞാൻ പറഞ്ഞാൽ കേൾക്കും. നീ മാത്രം എന്നെ അനുസരിക്കാത്തത് എന്താ? അപ്പൊ കേട്ടില്ലെങ്കിൽ ഗവൺമെന്റിനെ താഴെ ഇറക്കുമല്ലേ? ഞാൻ പറയുന്നത് കേൾക്കുന്നതാ നിനക്ക് നല്ലത് മോനെ. PS, എല്ലാ ഇല്ലീഗൽ മൈൻസും ബാൻ ചെയ്യണം. അതിലുള്ള ലീഗൽ ഇഷ്യൂസിനെ പറ്റി ഡിസ്കസും ചെയ്യണം. നാളെ തന്നെ അറ്റോർണി ജനറലിനെ വരാൻ പറയും. അബി, നിനക്ക് ആരെ കൂടെ നിർത്തണം, ആരെയാണ് അകറ്റി നിർത്തേണ്ടതെന്നും അറിയില്ല ബി. നിനക്ക് മനസ്സിലായിക്കൊള്ളും. അയ്യോ അങ്കിൾ, ഇപ്പൊ നിങ്ങൾ വല്ലാതെ ദേഷ്യം പിടിച്ചിരിക്കുക. ആസ് യു സെഡ്, യു നീഡ് എ ഷോട്ട് നൗ. സ്റ്റോപ്പ് ഇറ്റ്. നീ ചന്ദ്രകാന്ത വർമ്മയുടെ മകൻ, അത് മാത്രം. ചന്ദ്രകാന്ത വർമ്മ ഇന്നില്ല, അത് നീ ഓർക്കണം അബി. ഇത് എത്യോപ്യ അല്ല, ഇന്ത്യയാണെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം മിസ്റ്റർ മഹാദേവ്. ബോയ്സ്, യു ആർ മിസ്സിംഗ് ദ റോങ് പേഴ്സൺ. അങ്കിൾ, ദിസ് ഈസ് റോങ് അബി. ഇനിയെങ്കിലും പ്രോട്ടോകോൾ തെറ്റിച്ച് ഇത്തരം പേഴ്സണൽ സെൽഫോൺ അപ്പോയിന്റ്മെന്റ്സ് കൊടുക്കാതെ അബി. ഇറ്റ്സ് ഓക്കെ കദർ, കം ലെറ്റ്സ് നോ അബി. PM വരാറായി. ഡൺ വിത്ത് ബഗ് ചെക്കിംഗ്. ഹേ കദർ, ഹായ്. ഹായ്. ഇവിടെ അടുത്തുള്ള മാരിമൻ കോവിലിൽ ഘോഷയാത്ര മറ്റോ ഉണ്ടോ? ഒറ്റ ഇടി വെച്ചേരും ഞാൻ. നീ രാവിലെ ഫോൺ ചെയ്ത് തന്നെ വിഷ് ചെയ്യുമെന്നാ വിചാരിച്ച, പക്ഷെ ചെയ്തില്ല. ഇപ്പോഴെങ്കിലും കറക്റ്റായിട്ട് ആലോചിച്ച് പറയും എന്താണെന്ന്. ആരെങ്കിലും നിന്റെ പെണ്ണ് കാണാൻ വരുന്നുണ്ടോ? വാട്ട്? ഹാപ്പി ബർത്ത്ഡേ ടു യു അഞ്ജലി. ഹാപ്പി ബർത്ത്ഡേ. എന്താ കദർ, നീ മറന്നുപോയോ? ഡ്യൂട്ടിയിൽ സിൻസിയർ ആയിരിക്കുന്ന പോലെ ലവിലും സിൻസിയർ ആയിരിക്കണം ബ്രോ.
എന്റെ ബർത്ത്ഡേ കൂടെ ഓർമ്മയില്ല. ഇത് എന്ത് ലവടാ? ഇതൊന്നും പോരാ, കഴുത്തിന് കുത്തിപ്പിടിച്ച് 2 ഇടി വെച്ച് കൊടുത്തേക്കും. യു ഡിസർവ് ഇറ്റ് കദർ. താങ്ക് യു സർ. ഒരു റിസോർട്ടിൽ എന്റെ പാർട്ടി കൂടി ഉണ്ടെന്ന് പറഞ്ഞത് എങ്ങനെ ഇതൊക്കെ മറക്കുന്നേ? പാർട്ടി ഉണ്ടെന്നൊക്കെ അറിയാം, പക്ഷെ പാർട്ടിക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്യുന്നില്ലേ? അത് 8 o'clock. നീ പോകുമ്പോ ഞാനും കൂടി ജോയിൻ ചെയ്തോളാം. നോ വേ. നിങ്ങൾ വരികയാണെങ്കിൽ എത്ര സെക്യൂരിറ്റി പ്രൊസീജിയേഴ്സ് ഉണ്ട്. എല്ലാ എൻട്രൻസ് വഴിക്കും വരുന്ന ഗസ്റ്റുകളെ സ്ക്രൂട്ടനൈസ് ചെയ്യണം. കിച്ചൺ ആൻഡ് ഫുഡ് ചെക്ക്, എ ലോട്ട് ഓഫ് ഫോർമാലിറ്റീസ് ആൻഡ് പ്രോട്ടോകോൾസ്. പെട്ടെന്നൊന്നും വരാൻ പറ്റില്ല. പെട്ടെന്ന് എനിക്കൊരു ഹാർട്ട് അറ്റാക്ക് വന്നിരിക്കട്ടെ, തൂക്കി എടുത്തോണ്ട് ഓടോ അതോ പ്രോട്ടോകോൾ നോക്കിക്കൊണ്ടിരിക്കോ? അത് എമർജൻസി, ഇത് ബർത്ത്ഡേ പാർട്ടി. എന്ത് പ്രോട്ടോകോളോ, മുടിഞ്ഞ പ്രോട്ടോകോൾ. Hey, mi amigo, visco, visco, let the honey flow. Nyan, Santiago, never ever, don't let me go. Hey, amago, baba എന്നോട് അലിഞ്ഞു നീ എൻ സ്വീറ്റ് ഹാർട്ടോ മൊമെന്റോ നീ കാണെ പരവശം. ഓ വരാമോ വന്നാടി ചേർന്നു തരാമോ ശ്വാസത്തിൻ കാറ്റിൽ ലിവിതോ നിന്നോട്ടം കണ്ടാൽ സുഖലയം. കൊല്ലാതെ കൊല്ലാതെ കണ്ണാളെ നീ പൊൻസവാന മഞ്ഞൾ മഞ്ചം അതിൽ നീ വാ. അറ്റ്ലാന്റിക്കിനാഴം അറബിക്കടലിൻ നീളം അതുപോൽ നിന്നുടെ കണ്ണ് പൊൻകുരുവിയെ. ഹൃദയം തുള്ളിത്തൂവും നിൻ പേരൻ നെറ്റിയിലെഴുതും കനവിൻ തൂവൽ മുറയാൽ എൻ ദേവതേ. തൊടാമോ നീ ഒന്നൻ നെഞ്ചിൽ കിനാവിൽ പൂവഞ്ചലേറി നിലാവിൽ നീ അണയും നേരം പരിമളം വിനോദം നിൻമിഴികൾ അഴകിൽ തലോടും ഈ കുളിരും രാവിൽ ഉലാവാം നിൻ കയ്യിൽ കൈകൾ ചേർത്തു ഞാൻ. സുഖം പോരാതെ മെയ്യിൽ മെയ്യാൽ മെല്ലെ തൊട് പയ്യെ പയ്യെ മെല്ലെ തൊടും നേരം ചൂടും ചൂരും മെല്ലെ കൊട് എന്നിൽ ഏഴഴകായി നീ നിറയാമോ എന്നിൽ പൂഞ്ചിറകാൽ നീ മാമയിലായി പറന്നിറങ്ങ് എന്നെ വലയ്ക്കാതെ നീ ഉലയ്ക്കാതെ ഞാൻ എന്നെ മറക്കും നോക്കിയിരിക്കാൻ കഴിയാതെ ഉള്ളിലെ ഉള്ളിൽ കണ്ണാള കാണും ഞാൻ നിന്നുടെ രൂപം മെയ്യോട് മെയ്യായി ചേരാതെ തീരില്ല ഇന്നെൻ മോഹം ചക്കരമുള്ള പന്തലിൽ നീ എൻ തിങ്കളായി വരുമോ മകോ പപ്പ എന്നോട് അലിഞ്ഞു നീ എൻ സ്വീറ്റ് ഹാർട്ടോ മൊമെന്റോ നീ കാണെ പരവശം ഓ വരാമോ വന്നാടി ചേർന്ന് തരാമോ ശ്വാസത്തിൻ കാറ്റിൽ ലഭിട്ടോ നിന്നോട്ടം കണ്ടാൽ സുഖലയം. amago baba എന്നോട് അലിഞ്ഞു നീ എൻ സ്വീറ്റ് ഹാർട്ടോ മൊമെന്റോ നീ കാണെ പരവശം. ഓ വരാമോ വന്നാടി ചേർന്ന് തരാമോ ശ്വാസത്തിൻ കാറ്റിൽ ലിവിതോ നിന്നോട്ടം കണ്ടാൽ സുഖലയം. amago baba എന്നോട് അലിഞ്ഞു നീ എൻ സ്വീറ്റ് ഹാർട്ടോ മൊമെന്റോ നീ കാണെ പരവശം. ഓ വരാമോ വന്നാടി ചേർന്ന് തരാമോ ശ്വാസത്തിൻ കാറ്റിൽ ലിവിതോ നിന്നോട്ടം കണ്ടാൽ സുഖലയം. amago
എന്താണ് നീ ചെയ്തേ? അഭി എന്തിനാ കൂട്ടിക്കൊണ്ടു വന്നേ? എന്ത് ചെയ്യാനാണ് പറഞ്ഞാ കേൾക്കണ്ടേ? നീ കൂട്ടിട്ട് പോകുന്നു, അത് ഞാൻ ഒറ്റയ്ക്ക് പോകണമെന്ന് ചോദിച്ചാ ഒന്ന് നിർത്തിട്ട് പോടാ. Come on, Anjali. I want to show you something. Anjali, I have a surprise for you. Surprise? Dun da da! That beauty is for you. Wow, Mini Cooper. 100 kilometers in 5 seconds. 4-wheel drive and it's Thank powerful. You. But I really can't. No. It has a lot more. Traffic control alert ചെയ്യണ്ട. And Joseph, you will be in car 3, okay? Yeah. I got an idea. Hey, stop them! Follow him! Joseph, follow me! Come on! Hey, get it! Come on! സർ, ആട്ടിൻകുട്ടി തനിയെ പുറത്തിറങ്ങിയിട്ടുണ്ട്. Anjali, pick up. Please, Madi. SPG ടെൻഷനിലായിരിക്കും. വേണ്ട. I'm fed up with them. എപ്പോ നോക്കിയാലും ഇത് ചെയ്യരുത് അത് ചെയ്യരുതെന്ന് പറഞ്ഞോണ്ടേയിരിക്കും. കുറച്ച് ഓടട്ടെ അവന്മാര്. എടോ വാനോ ജീപ്പോ ഏതെങ്കിലും ഒരു വണ്ടി വേഗം ഹെൽമെറ്റ് വെക്കാൻ. ലോക്കൽ കേസ്. ജീപ്പൊക്കെ എന്തിനു മാമ? നമുക്ക് സംസാരിച്ച് തീർക്കാം. എടി വൃത്തിയോട്ടാണ്. കേസ് ചാർജ് ചെയ്തത് ഞാൻ വിടില്ല. വിടുമല്ലോ അല്ലേ? കാറ് തന്നെ കള്ളു കുടിച്ച പോലെ ഇട്ടല്ലോ. സെക്യൂരിറ്റി, വീട്ടുവാതിൽക്കൽ നിൽക്കാതെ എന്തിനാ നടു റോഡിൽ വന്ന് നിൽക്കുന്നേ? ഞാൻ കറക്റ്റ് ആയിട്ട് ബ്രേക്ക് പിടിച്ചില്ലെങ്കിൽ ഇപ്പൊ കാണായിരുന്നു. നിങ്ങളാരാ പുതിയൊരാള്? ഇവിടെ കണ്ടില്ലല്ലോ. നീ ഊതേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പോലീസാ. സോറി പോലീസ്. ഐ ലവ് യു പോലീസ്. ഐ ലവ് യു ടു മച്ച്. സാറാണോ അടിച്ചേ? മിക്സ് ഓൺ ദ ബീച്ച്. അതും കണ്ടോ? ഡൽഹിയിൽ എവിടെയാണോ ബീച്ച്? അയ്യോ, അത് കോക്ടെയിലിന്റെ പേരാ സാർ. ഡോണ്ട് ടോക്ക് അബൌട്ട് ടു മീ. നിന്നെ യൂണിയനിൽ കണ്ടിട്ടില്ലല്ലോ. അവേഴ്സ് കണക്കോ അത് ഫുൾ നൈറ്റോ? ഗെറ്റ് ലോസ്റ്റ്. പ്ലീസ് പോലീസ്, പ്ലീസ്. ഇതാരാണെന്ന് അറിയാമോ? ഈ ഡയലോഗ് എന്താ വരാത്തത് ഞാൻ ഓർത്തതേ ഉള്ളൂ. ഇയാളാര് ഈ ഏരിയയിലെ കൗൺസിലറാണോ? അങ്ങനെയൊന്നുമില്ല, ഞാനൊരു പാവാ. എടോ, ഇതാണോ തന്റെ മിക്സ് ഓൺ ദ ബീച്ച്? സാർ, ഇത് കതിറിന്റെ ഗേൾഫ്രണ്ടാ സാർ. എന്തോന്ന്? എന്താ ഇത്? വേറൊരാളുടെ കാമുകയായിട്ട് കറക്കമാണോ? അങ്ങോട്ട് ടെൻഷൻ ആക്കാതെ. സിംഗേ 200 രൂപ കൊടുത്താൽ നിങ്ങൾ അയാൾ വിടും. എന്താ കൈക്കൂലിയോ? പോലീസുകാരാ കൈക്കൂലിയാ ചോദിക്കുന്നേ? ഞാൻ എപ്പോഴാണ് അതിനോട് കൈക്കൂലി ചോദിച്ചത്? വെറുതെ വേണ്ടതിനെ പറയരുത്. അയ്യോ, വന്നല്ല എന്റെ പ്ലാനൊക്കെ പൊളിച്ചു തന്നെ. എന്റെ കൂടെ വരും. ഹലോ നിക്ക്. അവൻ കള്ളു കുടിച്ച് വണ്ടി ഓടിച്ചതിന് പിടിച്ചു വെച്ചിരിക്കുന്നത്. ഓഫീസർ, ഞാൻ പറയുന്നത് ഞാനൊരു ഇൻസ്പെക്ടറാ. എന്റെ ദേഹത്ത് കൈവച്ച് സംസാരിക്കുന്നു. വാട്ട് ആർ യു ടോക്കിംഗ്? ഇയാൾ എന്താ ചെയ്തെന്ന് അറിയാമോ? മറുപടി പറയണോ? ടെൽ മീ. ചുമ്മാ പറയുന്നത് വിശ്വസിക്കല്ലേ? എക്സ്ട്രീംലി സോറി സർ. ഇറ്റ്സ് നോട്ട് ഓക്കെ. ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാ. ഡ്രങ്ക് ആൻഡ് ഡ്രൈവ്. നിങ്ങൾ കേസ് എടുക്കുന്നത് തന്നെയാ ശരി. സർ, ഞാൻ ആരാണെന്ന് അറിയാതെ നിങ്ങൾ ചെയ്താണ് ശരി. കേസ് എടുക്കണം സർ. പ്ലീസ് എന്റെ കൂടെ വരും. പ്ലീസ് ഒരു രാത്രി ഇങ്ങനെ ജോളിയായിട്ടിരിക്കാന്ന് വെച്ചാൽ അപ്പോഴത്തേക്കും വന്നോളൂ. എന്ത് കഷ്ടം. I need a gun! Abhi va, എന്നോട്
എടാ അഭി ഒറ്റയ്ക്ക് നീ പോ പോ. വേറെ വഴിക്ക് സെക്യൂരിറ്റി അറേഞ്ച് ചെയ്യും. अभी आ रही होगी पीरियड व्हीकल. अरे कम സനോജി ആ വണ്ടി എന്താ ഈ ചെയ്യുന്നേ? വണ്ടി നിർത്ത്. നിർത്താതെ മൂവ്. Don't stop the vehicle. Move. നിർത്താതെ വയ്ക്കോ. ജോസഫ് വാ. കൈതാ ഓടി വാ. യെസ് ജോസഫ് വാ. ഹോസ്പിറ്റലിൽ പോവാ പെട്ടെന്ന്. കണ്ണടക്കല്ലേ വാ. ഹോസ്പിറ്റലിൽ പോവാം. ഹോസ്പിറ്റലിലേക്ക് വണ്ടി വിടാ. പ്രിയ വരും. നിങ്ങൾ ടെൻഷൻ എടുക്കില്ല, വേഗം പോ. നീ മിണ്ടായിരിക്ക. എടാ പ്രിയ വരും, ഞാനല്ലേ പറയുന്നത്, മിണ്ടായിരിക്ക. എടാ കണ്ണടക്കാതെ ജോസഫ് കണ്ണടക്കാതെ ധൈര്യമായിട്ടിരിക്കണം ജോസഫ്. എടാ ജോസഫ് പ്ലീസ് ഡാ. ജോസഫ് കഥലെന്ത് പറ്റി? പോയടാ, മരിച്ചു പോയടാ. എത്ര തവണ ഞാൻ നിന്നെ വാൺ ചെയ്ത, നീ കേട്ടോ? ശത്രുക്കൾ വെടിവെച്ച പോലീസോ മിലിറ്ററിയോ വന്ന കവർ ചെയ്യ, എന്നിട്ട് അവര് വെടിവെക്കൂ. എന്നാ ഞങ്ങളോ വെടിശബ്ദം കേട്ടാൽ ഉടനെ മുന്നിൽ വന്ന് ബുള്ളറ്റ് നെഞ്ചി തന്നെ ഏറ്റു വാങ്ങണം. അതാണ് ഞങ്ങളുടെ ജോലി. SPGയിൽ എഴുതപ്പെടാത്ത നിയമം. ഉത്തരവാദിത്തമില്ലാത്ത പെരുമാറ്റം കാരണം ഇവനെ കൊല്ലപ്പോ നിനക്ക് മതിയായല്ലോ അഭി. എടാ നിർത്തടാ. ജോസഫിനെ പോലെ സിൻസിയറായ ഓഫീസേഴ്സുള്ള ധൈര്യത്തിലാ നീയെല്ലാം പേടിയില്ലാതെ പുറത്തിറങ്ങുന്നത്. തൊഴിലിനെ ശമ്പളം വാങ്ങുന്നത്, പക്ഷെ ഞങ്ങൾ ചാവുന്നതിനും കൂടെ ചേർത്താ വാങ്ങുന്നത്. ചാവണം, പക്ഷെ ഇതുപോലെ ഒരു കാര്യമില്ലാതെ ചാവരുത്. എന്റെ ഒരു ഫ്രണ്ട്. ഹലോ അഞ്ജലി. ഹലോ. ഹൗ ഈസ് ഷീ ഡൂയിങ് ഡോക്ടർ? ഗുഡ്. ഓവറോൾ ഷീ ഈസ് ഫൈൻ. ടൈറ്റാനിയം പ്ലേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. നാളെ മുതൽ ജോലിക്ക് പോയി തുടങ്ങാം. പേടിക്കാനൊന്നുമില്ല, വേഗം സുഖമായിക്കൊള്ളും. ഡോണ്ട് വറി. പ്രിയ മോർച്ചറിൽ വന്നിട്ടുണ്ട്, നീ അങ്ങോട്ട് കണ്ടിന്യൂ. മാഡം, പോസ്റ്റ്മോർട്ടം ഫോമിൽ സൈൻ ചെയ്യണം. പ്രിയ വരും. പറയടാ, എന്തിനാണ് അത് ചെയ്ത? ദേശദ്രോഹി!
വേറെ എന്തൊക്കെ? അവനെ അവർ പിടിച്ചു, കെട്ടിയിട്ടിരിക്കുകയാണ്. വേഗം എന്തെങ്കിലും ചെയ്യും. ഞാൻ രഞ്ജിത്തിന്റെ ആളാണെന്ന് ജോസഫിന് മനസ്സിലായി. ജോസഫ്, ഇതാരോടെങ്കിലും പറയുകയാണെങ്കിൽ എന്റെ ജീവിതം തീരും. എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ബുള്ളറ്റ് മാറ്റിയില്ലെങ്കിൽ ഞാനാണ് കൊന്നത്. ഇല്ല, ഈ ശവങ്ങളുടെ കൂടെ നിന്നെ ഞാൻ പെട്ടിലാക്കി കിടത്താം. അതിനു മുമ്പ് മര്യാദയ്ക്ക് പറയണ. ജീവൻ വേണമെങ്കിൽ പറയണ. പ്ലീസ് പറയണ. ഞാൻ പറയാം. അറ്റോർണി ജനറൽ സർ, മഹാദേവൻ സുപ്രീം കോർട്ട് വരെ പോട്ടെ. എന്തായാലും അവരുടെ മൈൻഡ്സ് എല്ലാം ഉടനെ സ്റ്റോപ്പ് ചെയ്യണം. ലീഗൽ ടേംസ് ഒക്കെ പറഞ്ഞ് വെറുതെ കോംപ്ലിക്കേഷൻ ആക്കല്ലേ. പോലീസിന്റെ അടിയെപ്പറ്റി നിങ്ങൾക്കറിയില്ലേ? എത്ര അടി അടിച്ചാലും പുറത്തൊരു പാടുപോലും കാണില്ല. പക്ഷേ ഉള്ളിലുള്ളതെല്ലാം കലങ്ങിയിരിക്കും. സീൻസ് എക്സൈറ്റിംഗ്. എക്സ്പ്ലെയിൻ ചെയ്യും. വർമാജി, ഈ പ്രാണിയുടെ പേര് സീലിഫറ. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സർവനാശം വിതയ്ക്കുന്ന പ്രാണികളാണിത്. അത് കൂട്ടം കൂട്ടമായി വരുമ്പോൾ ഇറ്റ്സ് കോൾഡ് ലോക്കസ്. വെരി ഡേഞ്ചറസ്. വേറൊരു ആവശ്യത്തിന് വേണ്ടി ഈ പ്രാണിയെ നമ്മുടെ അഗ്രികൾച്ചർ ലാബിൽ ഒന്ന് എക്സ്പെരിമെന്റ് ചെയ്തപ്പോൾ ഇത് വെറും സാധാരണ പ്രാണികളല്ല, ബോംബുകളെക്കാൾ എഫക്റ്റീവായ ആയുധമാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ആർ യു സജസ്റ്റിംഗ് ഇൻ എ ബയോവാർ? യു ക്യാൻ കോൾ ഇറ്റ് ആസ് എൻ എൻഡമോളജിക്കൽ വാർഫെയർ. ഈ പ്രാണികളെ നല്ലവണ്ണം പട്ടിണിക്കിട്ട് പാകിസ്ഥാനിലേക്ക് പോകുന്ന ഗുഡ്സ് ട്രെയിനിൽ രഹസ്യമായി കയറ്റി അതിനെ നമ്മുടെ അതിർത്തി കടന്നതിന് ശേഷം തുറന്നുവിട്ടെന്നാൽ ഒരൊറ്റ ആഴ്ച കൊണ്ട് ഏക്കർ കണക്കിന് ഗോതമ്പ് വയൽ അത് തിന്നു തീർത്തുകൊള്ളും. ഇങ്ങനെ ഒരു 3 ഹാർവസ്റ്റിന് ഇതുപോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അവരുടെ കൃഷിയിൽ നിന്നുള്ള ആദായം അതോടെ തീരും. ഫുഡ് ഷോർട്ടേജ്, അൺഎംപ്ലോയ്മെന്റ്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. എക്കോണമി തകരും. അങ്ങനെ അവർ നമ്മുടെ അടുത്ത് വന്ന് ഭിക്ഷയെടുക്കും. അല്ല, ഈ പ്രാണികൾക്ക് ബോർഡർ ലൈൻ അറിയാമോ? അത് തിരിച്ചു വന്ന് നമ്മുടെ കൃഷിഭൂമികളെയും അറ്റാക്ക് ചെയ്യില്ലേ? ആൺപ്രാണികളെയും പെൺപ്രാണികളെയും സെഗ്രിഗേറ്റ് ചെയ്ത് വേർതിരിച്ചെടുത്ത ആൺപ്രാണികളെ മാത്രം അയക്കണം. ഈ പ്രാണികൾക്ക് വെറും ഒരാഴ്ച മാത്രമേ ആയുസുള്ളൂ. ആൺ പെൺ പ്രാണികളെ ഒരുമിച്ച് ചേർത്ത് അയച്ചാൽ അവ പെറ്റുപെരുകി പല മടങ്ങായി വർദ്ധിച്ച് കൊതുകിനെ പോലെയും പാറ്റയെ പോലെയും ആർക്കും തടയാൻ കഴിയാത്ത ശക്തിയായി മാറും. പക്ഷേ അതിപ്പോ വേണ്ട. മിസ്റ്റർ മഹാദേവ്, നിങ്ങൾ എന്താണ് കഴിക്കുന്നത്? നോ, ഐ എം ഗുഡ്. ഇപ്പോഴത്തെ കാര്യമല്ല, ദിവസവും നിങ്ങൾ എന്താണ് കഴിക്കുന്നത്? എല്ലാരെയും പോലെ ചോറ് തന്നെയല്ലേ? അല്ലാതെ പന്നി തിന്നുന്ന ഒരു സാധനമില്ലേ? അതാണോന്നാ ചോദിച്ചേ? സ്വന്തം നാട്ടിൽ നടക്കുന്ന അഴിമതികളെ മറയ്ക്കുന്നതിനായിട്ടും ജനങ്ങളുടെ ശ്രദ്ധയെ ദിശ തിരിച്ചു വിടുന്നതിനായിട്ടും പാകിസ്ഥാൻ എപ്പോഴും കൈപ്പിടിച്ചിരിക്കുന്ന ആയുധം എന്താ? ഇന്ത്യയോടുള്ള പക. അതുതന്നെയാണ് നമ്മുടെ നാട്ടിലെയും കഥ. ജനങ്ങളുടെ എതിർപ്പുകളെ തൊട്ടുണർത്തി ആളിപ്പടർത്തി കളിക്കുന്ന ഒരു നാസ്തി പൊളിറ്റിക്കൽ ഗെയിം. പാകിസ്ഥാനിലെ ജനങ്ങളെല്ലാം നമ്മളോട് എന്ത് തെറ്റാണ് ചെയ്തത്?
അവരുണ്ണുന്ന ചോറിൽ മണ്ണ് വാരിയിടാമെന്ന് പ്ലാൻ പറഞ്ഞു തരുന്ന നീയെല്ലാം ശവന്തീനി കഴുകന്മാരാണ്. ഒരു മരണ വ്യാപാരി. നാളെ ഒരിക്കൽ പാകിസ്ഥാൻകാർ പണം തന്നാൽ ഇതേ പ്രാണികളെ ഇന്ത്യയിൽ തുറന്നുവിടാനും താനൊന്നും മടിക്കില്ല. നിങ്ങൾ ഇല്ലീഗലായി പല രാജ്യങ്ങളിലേക്ക് കെമിക്കൽ വെപ്പൺസ് സപ്ലൈ ചെയ്യുന്നതിനെപ്പറ്റി CBI രഹസ്യമായി അന്വേഷിക്കുന്നുണ്ട്. നിങ്ങളുടെ മഹാഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ലൈസൻസ് വയലേഷൻ, ടാക്സ് വെട്ടിച്ചു തുടങ്ങി ധാരാളം എക്കണോമിക്സ് ക്രൈംസ് നടത്തുന്നതിനെപ്പറ്റി എനിക്ക് അറിഞ്ഞുകൂടാന്നാണോ താൻ കരുതിയിരിക്കുന്നത്? 24/7 യു ആർ ബീൻ വാച്ച്ഡ്. ഗവൺമെന്റ് നിങ്ങൾക്കെതിരെ ആക്ഷൻ എടുക്കുമെന്നുള്ള കാര്യം നിങ്ങൾക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് എന്നെ വധിക്കുന്നതിനായി DD ഫംഗ്ഷനിലും ലണ്ടനിലുമൊക്കെ നീ പദ്ധതിയിട്ടത്. ബട്ട് യുവർ ഡേയ്സ് ആർ നമ്പേർഡ് മഹാദേവ്. യു മേ ഗോ. വരട്ടെ വർമ്മജി. തന്നോട് ഇനി ഞാൻ പ്രത്യേകം പറയണോ സാർ? താനൊക്കെയാണോട് ഒരു ഡിഫൻസ് മിനിസ്റ്റർ. ബ്രോക്കർ പണിയാണ് തനിക്ക് നല്ലത്. പോടോ വെളിയില്. ഹായ് കദർ, വെൽക്കം. ഒരു കപ്പ് കോഫി തരാൻ പോലും അവിടെ ആരുമില്ല. എന്റെ ഭാര്യ ഉണ്ടായിരുന്നെങ്കിൽ ഒരു കപ്പ് കോഫി അവള് തന്നേനെ. അവള് നീ കാരണം തൂങ്ങി മരിച്ചു. നീ ചെയ്തത് തെറ്റാണ്. എന്നോട് ചെയ്തത് വെച്ച് നോക്കുമ്പോ കദർ, നീ എന്നെ തുണി പോലും ഇല്ലാതെ തൂക്കിക്കൊണ്ടുപോയില്ലേ? ആ അപമാനത്തിന് പകുതിയെങ്കിലും തിരിച്ചു തരണ്ടേ? അതിനാ ഞാൻ ഒളിഞ്ഞിരുന്ന് നിന്നെ ഓടിച്ച് രസിച്ചത്. അതാണോ കൃത്യമായിട്ട് ഡേറ്റ് ഒക്കെ ഇട്ട് നീ ചെയ്ത കുറ്റങ്ങളെല്ലാം സേവ് ചെയ്ത് ഫോൾഡർ ആക്കി ഇട്ടിരിക്കുന്നത്? ഏത് പൊത്തിലെ നീ വിളിക്കാൻ പോകുന്നത്? അലക്സ, വാട്ട് ഈസ് റിമോട്ട് വൈബ്? കഥ ഈ ഹാർഡ് ഡിസ്ക് എല്ലാം എടുത്തിട്ട് ഓടാൻ പോവുകയാണോ? അലക്സ, വാട്ട് ഈസ് ITT? ഓഫീസ്, വീട് എല്ലായിടത്തും ബഗ് ചെയ്തിരിക്കുകയാണ്. മഹാദേവനെ അറസ്റ്റ് ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്യുക. നിൽക്ക് സാർ. ആ രഞ്ജിത്തിന്റെ റൂം, സിസ്റ്റം, കതിർ കോപ്പി ചെയ്തെന്ന് പറയുന്ന പെൻഡ്രൈവ് എല്ലാം തന്നെ കത്തിപ്പോയില്ലേ? എന്തെങ്കിലും എവിഡൻസ് ഇല്ലാതെ എങ്ങനെയാ സാർ അറസ്റ്റ് ചെയ്യുന്നത്? ഒരു ഗണ്ണുതാ, ഒരു എവിഡൻസ് ഇല്ലാതെ അവനെ ഞാൻ കൊന്നു തള്ളാം. അവന്റെ മേൽ കൈവച്ച ഇന്ത്യൻ ഇക്കോണമിയുടെ മേൽ കൈവയ്ക്കുന്നത് പോലെയാ. ഷെയർ മാർക്കറ്റ്, GDP, എംപ്ലോയ്മെന്റ്, ഫോറിൻ എക്സ്ചേഞ്ച്, എന്തിനധികം നമ്മുടെ നാടിന്റെ കറൻസി റേറ്റിനെ വരെ അത് ബാധിക്കും. പിന്നെ എന്ത് മലമറിക്കാനാ എന്റെ ഈ പദവി? ആക്ച്വലി അയാളാണ് ഈ നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചുമ്മാ നൂലി കെട്ടിയ ബൊമ്മയെ പോലെയാണല്ലേ? ജീവിക്കാനായി സമരം ചെയ്യുന്നവൻ, ചുമ്മാ വഴിയിലൂടെ പോകുന്നവൻ, പ്ലാറ്റ്ഫോമിൽ കിടന്നുറങ്ങുന്നവൻ, ചായക്കടയുടെ മുമ്പിൽ നിന്ന് ബീഡി വലിക്കുന്നവൻ, ഹെൽമറ്റ് ഇല്ലാത്തവൻ, ഇങ്ങനെയൊക്കെ ഉള്ളവനെ ഓടിച്ചിട്ട് പിടിച്ച് ഉള്ളി തള്ളിയിട്ട് ഇങ്ങനെയുള്ള ദേശദ്രോഹികൾക്കെതിരെ ഒന്നും ആക്ഷൻ എടുക്കാതെ വെറുതെ കൈയും കെട്ടി നോക്കി നിൽക്കണമെന്നാണോ? മഹാദേവന്റെ മേൽ കൈവച്ചാൽ ഈ നാടിന്റെ ഇക്കോണമി ഡൗൺ ആവുമെങ്കിൽ ആവട്ടെ സർ. അതിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കാനുള്ള ശക്തി നമുക്കുണ്ട്. മഹാദേവനെതിരെ ആക്ഷൻ എടുക്കാൻ വേണ്ടത് കാരണമല്ല, ധൈര്യം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ മുഖ്യ പങ്ക് വഹിക്കുന്ന മഹാൻ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ മേൽ അതിനിടയിൽ പല വിധത്തിലുള്ള റെയ്ഡ് നടപടികൾക്ക് പദ്ധതിയിട്ടിട്ടുള്ളതായി അറിയാൻ കഴിയുന്നു. അന്വേഷണത്തിൽ മഹാൻ കുടുംബത്തിന്റെ പല നിയമവിരുദ്ധമായ നടപടികൾക്കെതിരെ ശക്തമായ തെളിവുകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പല വമ്പൻ വ്യവസായങ്ങൾക്കും സാന്നിധ്യം വഹിക്കുന്ന ലോകത്തിലെ പ്രമുഖ കോടീശ്വരന്മാരിൽ ഒരാളായ മഹാദേവനെതിരെ സർക്കാർ ശക്തമായ നടപടികളുമായി മുമ്പോട്ട് പോകുന്നത് വ്യവസായ സമൂഹം ഞെട്ടലോടെയാണ് നോക്കിക്കാണുന്നത്. ഷെയർ മാർക്കറ്റിൽ മുൻപന്തിയിൽ നിന്നിരുന്ന മഹാൻ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ഓഹരികൾ റെയ്ഡ് നടന്ന നിമിഷങ്ങൾക്കുള്ളിൽ വലിയ തകർച്ചയാണ് നേരിടുന്നത്. മഹാദേവന്റെ ഓഡിറ്റേഴ്സ് നമ്മളോട് സഹകരിക്കുന്നുണ്ട്, പക്ഷെ മുങ്ങുന്ന കപ്പലിൽ ഓട്ടമാതിരി. ബട്ട് ഇക്കണോമിക് സർ, മിസ്റ്റർ മഹാദേവ് ഈസ് ഓൺലൈൻ. അഭിഷേക് ചന്ദ്രകാന്ത് വർമ്മ, എന്റെ അച്ഛനെ നീ കൊല്ലിക്കരുതായിരുന്നു. എത്ര വലിയ തെറ്റാ നീ ചെയ്തെന്നറിയോ? നിന്റെ ദേഷ്യം എനിക്ക് മനസ്സിലാക്കാനാവും. ആരോ നിന്നെ മിസ്ഗൈഡ് ചെയ്യാണ്. പാവം, പഞ്ചപാവം. പിന്നെന്തിനാ ഈ കോള്? അവസാനിപ്പിക്കാം അബി.
എനിക്ക് തഞ്ചാവൂരിൽ 8 മൈൻസ് ഫുൾ പെർമിറ്റോടുകൂടി തന്നെ ഉണ്ട് ഖനനം ചെയ്യാൻ. എന്നിരുന്നാലും ഞാൻ താഴ്ന്നു തരാം. നിന്റെ ആഗ്രഹം പോലെ എല്ലാം ഞാൻ പൂട്ടാം. നീ തന്നെ അനൗൺസ് ചെയ്യേ, ഒരു ഫംഗ്ഷൻ ഏർപ്പാട് ചെയ്യേ. നിന്റെ ഇമേജ് വല്ലാതെ ഉയരും. പകരമായിട്ട് ഈ റെയ്ഡെല്ലാം നിർത്ത്. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് നീ പറയേ. ഞാൻ തിരിച്ചു വിളിക്കാം. സർ, എന്തിനാ സാറേ കോംപ്രമൈസ്? മുന്നോട്ട് പായാൻ പോകുന്ന അമ്പ് ആദ്യം പിന്നോട്ടാണ് പോകുന്നത്. സർ, മനസ്സിലായില്ല. സീലിഫറ, ഇപ്രാവശ്യം ആൺപ്രാണികളെയും പെൺപ്രാണികളെയും ഒരുമിച്ച് തുറന്നുവിടണം. 1000 എണ്ണത്തെ തുറന്നുവിട്ടാൽ അത് ലക്ഷമായും കോടിയായും പെറ്റുപെരുകും. തഞ്ചാവൂർ ജില്ലയിൽ നിന്ന് കൃഷിക്കാരനായിട്ട് ഒരാൾ പോലും ഇനി ഉണ്ടാവരുത്. ടോട്ടൽ ഡാമേജ്. എന്തായി, അവിടെ എത്തിയോ? 1 മണിക്കൂറിനുള്ളിൽ അവിടെ എത്തിച്ചു. പോകുന്ന വഴിയിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായാൽ ഉടനെ തുറന്നു വിട്ടേക്കണം. ഓക്കെ സർ. ടാങ്കറിന് മേലെ ആരോ കയറി നിൽക്കുന്നു. ഷൂട്ടിംഗ് നൗ. യെസ് സർ. മുകളിൽ പോയി നോക്ക്. Time left. We have only 20 seconds more. Tunnel length and train length same ആണ്. Do it here, sir. സർ, ടണലിലേക്ക് ട്രെയിൻ എൻ്ററായി കഴിഞ്ഞു. ട്രെയിൻ കടന്നു പോകാൻ ഇനി 20 സെക്കൻഡ് മതി. See that? Yeah. Please, Camera two. Yeah, okay. Karna, is everything okay? Yeah. ഫംഗ്ഷനിൽ വന്നവരിൽ താടി വെച്ചാൽ മാത്രം ചെക്ക് ചെയ്യാതെ ഷേവ് ചെയ്തവൻ മുട്ടയടിച്ചാൻ ഒരുത്തനെയും വിടരുത്. ഓക്കെ? ഓക്കെ വിവേക്. ബി കെയർഫുൾ. Yeah, B3 is coming. സുമോൻ ഹിം. അവൻ ഇൻഫ്രാറെഡ് LED സ്പെക്സ് വെച്ചിട്ടുണ്ട്. അത് അങ്ങനെ റിഫ്ലക്ഷൻ കാണുന്നു. വിവേകിനെ ഇൻഫോം ചെയ്യും. അവൻ എവിടെ പോയാലും ട്രാക്ക് ചെയ്തോണ്ടിരിക്കണം. പിന്നെ അതൊക്കെ പിന്നെ പറയാം. കുഞ്ഞു അയാളുടെ ശരീരം നിവരാതായോ? സാറിന്റെ സന്ദർശനം ഞങ്ങളുടെ നാട്ടിന് വലിയ അഭിമാനമാണ് സാർ.
ആർ യു മിസ്റ്റർ അഭിഷേക് ചന്ദ്രശേഖർ വർമ്മ? അങ്ങയുടെ അനുഗ്രഹം ഉണ്ടല്ലോ. നൈസ്. തമിഴ്നാടിന്റെ ആരാധ്യനായ മുഖ്യമന്ത്രിയെ സ്വാഗത പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. നല്ലൊരു നടനാ നിങ്ങള്. എന്റെ അച്ഛനെ സ്കെച്ചിട്ട് ഇല്ലാതാക്കിയിട്ട് ഇത്ര ഭംഗിയായിട്ട് അവിടെ വന്ന് ശോക അഭിനയിച്ചത്. ഓസ്കാർ ലെവൽ. ഹാവ് യു ഫർഗോട്ടൻ അബി? നിങ്ങളെ ഒരിക്കലും രാഷ്ട്രീയത്തിലേക്ക് അച്ഛൻ വിടില്ല എന്ന് പറഞ്ഞത്, അതുകൊണ്ട് അച്ഛനെ കൊന്നുകളഞ്ഞേക്കെന്ന് നീയല്ലേ എന്നോട് പറഞ്ഞത്? വർമ്മ സാർ എനിക്ക് ദൈവത്തെ പോലെയാ, അതുകൊണ്ട് എനിക്ക് പറ്റിയില്ല. വേറെ ആരെയോ കൊണ്ട് വർമ്മയെ കൊന്നിട്ട് PM ആയി എന്റെ പേരിൽ അന്യായമായി ഇപ്പോ പഴി ചാർത്തുകയാണ്. നിങ്ങളെ അറസ്റ്റ് ചെയ്താലും ഇങ്ങനെയായിരിക്കും പറയാൻ പോകുന്നതല്ലേ? ക്രിമിനൽ കിങ് ആണ്. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവർക്കും എന്റെ നന്ദി, നമസ്കാരം. വ്യവസായ പ്രമുഖൻ ശ്രീ മഹാദേവ് അവർകളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യയിലെ എന്റെ ഇൻഡസ്ട്രീസിലെ ഓഫീസുകളിൽ എല്ലായിടത്തും റെയ്ഡ് നടന്നു. ഈ റെയ്ഡുകൾ കാരണം എന്റെ മഹാൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന് പുതിയ ദിശാബോധം വന്നിരിക്കുകയാണ്. എനിക്ക് പോലും അറിയില്ലായിരുന്ന എന്റെ കമ്പനിയിലെ ചില തെറ്റായ നടപടികൾ ഇപ്പോൾ കണ്ടുപിടിക്കപ്പെട്ടിരിക്കുകയാണ്. ഐ മസ്റ്റ് താങ്ക് ഹിം ഫോർ ദാറ്റ്. ഞാൻ എപ്പോഴും നല്ല കാര്യങ്ങളെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്ന ആളാണ്. ഇപ്പോൾ തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നമ്മുടെ ശ്രീ അഭിഷേക് വർമ്മ ഈ രാജ്യത്തിനു വേണ്ടിയും ഈ ജനങ്ങൾക്കു വേണ്ടിയും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ സോറി സാർ, അറിയാതെ കൈതട്ടിയതാ. ഇപ്പൊ ഓൺ ചെയ്തേക്കാം. അദ്ദേഹത്തിന്റെ ആ ആഗ്രഹങ്ങൾ ഇന്നിവിടെ പൂർത്തിയാകാൻ പോവുകയാണ്. Your ID. SPG frequency. അതുകൊണ്ട് തന്നെ എന്റെ തീരുമാനങ്ങളും എപ്പോഴും ജനങ്ങൾക്ക് വേണ്ടിയുള്ളതായിരിക്കും. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുവഴി കണ്ടിന്യൂസ്ലി നോ റിപ്ലൈ. ഈ നാടിനും കൺട്രോൾ റൂം ജനങ്ങൾക്കും പ്രയോജനപ്രദമായ കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വിവേക് കതിർ, വിവേക് കം ഇൻ. സ്റ്റേ ഹിയർ. ഹലോ, ആരാ? വിവേകിന് എന്താണ് ചെയ്തേ? What's your plan? What's your plan? വിവേക് എവിടെ? പറയടാ. പറയാം. എന്റെ ആളുകൾ പിടിച്ചോണ്ടുപോയി.
അവനെ കൊല്ലാൻ ഞാൻ പറഞ്ഞിട്ടില്ല. അവരുടെ ഫോൺ നമ്പർ എത്രയാ? അവർക്ക് ഫോൺ ചെയ്യ്. മൈ ഫോൺ സിഗ്നൽ ഇല്ല, ജാമറെല്ലാം ഓണായിരിക്കുക. നമ്പർ പറ. 944000071. 944000071. Hey, no, stop. Don't call. എന്താ? ഫോൺ ചെയ്യാതെ. പറയാൻ. മരിച്ചു പോകൂടാ, നിന്റെയൊക്കെ പിയെ മരിച്ചു പോവും. സ്റ്റേജിൽ ബോംബ് എവിടെ വെച്ചിരിക്കുന്നത്? PM-നോട് അഞ്ജലി എന്തോ സംസാരിച്ചപ്പോഴാണ് ഞാൻ ഡയൽ ചെയ്തത്. അപ്പൊ നീ പതറിയില്ല. പക്ഷെ മഹാദേവ് PM-ന്റെ അടുത്ത് വന്ന് ഇരുന്നപ്പോഴാ നീ വേണ്ടെന്ന് പറഞ്ഞത്. പറയേ, ബോംബ് എവിടെ ഉള്ളത്? പറയണ, ബോംബ് എവിടെ ഉള്ളത്? ബോംബ് അഞ്ജലിയുടെ കയ്യിലാണ് വെച്ചിരിക്കുന്നത്. നമ്പർ ഡയൽ ചെയ്താ അത് പൊട്ടിത്തെറിക്കും. ഭാരതത്തിന്റെ അഭിമാനമായ പ്രധാനമന്ത്രി അഭിഷേക് വർമ്മയെ ആദരവോടെ ക്ഷണിക്കുന്നു. കമൻ B3, B1 to B3. അഞ്ജലിയുടെ ബാഗിൽ എന്താണെന്ന് ചെക്ക് ചെയ്യും. അഞ്ജലിയെ കൺട്രോൾ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുവാ. എന്തിനാ എന്റെ ബാഗ് ചെക്ക് ചെയ്യുന്നത്? ഹലോ, PM അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കാം. ഐ ഹാവ് ടു ബി ദേർ. പറഞ്ഞത് കേട്ടില്ലേ? പ്ലീസ്. കൃഷിഭൂമി സംരക്ഷിക്കുന്നതിനായുള്ള ആദ്യത്തെ നടപടി എന്ന നിലയിൽ മഹാൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ മുഴുവൻ ഖനികളും ഇതോടെ ക്ലോസ് ചെയ്യുമെന്ന് ഇതിനകം പ്രഖ്യാപിക്കുകയാണ്. ഇനി മുതൽ കൃഷിഭൂമി കൃഷിക്കല്ലാതെ മറ്റ് യാതൊരുവിധ വ്യവസായ നടപടികൾക്കും അനുവദിക്കുന്നതല്ല. നമ്മുടെ നാട്ടിൽ കൃഷിയും കർഷകരും ഇല്ലാത്തൊരവസ്ഥയെപ്പറ്റി നമുക്ക് ചിന്തിക്കാൻ പറ്റും. നീ പറഞ്ഞെന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്ത മാതിരി എന്നെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുക. സോറി അഞ്ജലി, നീ ആക്ട് ചെയ്യുന്നതെല്ലാം വേസ്റ്റ്. ഗൺ പോയിന്റിൽ എനിക്ക് വേറെ വഴിയിലായിരുന്നു. എല്ലാ സത്യവും ഞാൻ തുറന്നു പറഞ്ഞു. ആരാ നീ? എന്തൊക്കെയാ നീ പറയുന്നേ? സാർ, അവരുടെ ബാഗ് മുഴുവൻ ചെക്ക് ചെയ്തു. അതിൽ പേപ്പേഴ്സ് അല്ലാതെ മറ്റൊന്നുമില്ല. നോ എക്സ്പ്ലോസീവ്സ്. ബോംബ് അഞ്ജലിയുടെ കയ്യിലാണ് വെച്ചിരിക്കുന്നത്. ടൈറ്റാനിയം പ്ലേറ്റ്സ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. നാളെ തന്നെ ജോലിക്ക് പോകാൻ കഴിയും. മതത്തിനു വേണ്ടിയും രാജ്യത്തിനു വേണ്ടിയും മാത്രമല്ല മനുഷ്യ ബോംബുകളായി മാറുന്നത് ഖദർ. പ്രതികാരം ചെയ്യുന്നതിനു വേണ്ടിയുമാകാം. മനസ്സിലായില്ലേ? അവളുടെ അച്ഛനെ വെറുതെ ബലി കൊടുത്തവനാണ് വർമ്മ. അതിന്റെ പ്രതികാരം തീർക്കാനായി ഹ്യൂമൻ ബോംബായി മാറിക്കൂടെ ഇവൾക്ക്? അവനെ വിശ്വസിക്കരുത് പ്ലീസ്. കാശ്മീരിൽ PM വർമ്മ മരിക്കുന്നതുവരെയും കൂടെ നിന്ന ഈ അഞ്ജലി ബോംബ് പൊട്ടുന്നതിന് തൊട്ടു മുൻപ് നൈസായി എസ്കേപ്പായ കാര്യം നിന്റെ ശ്രദ്ധയിൽ ഇതുവരെ പെട്ടില്ലേ ഖദർ? എപ്പോഴും PM-ന്റെ കൂടെ നിന്നിരുന്ന അഞ്ജലി ബോംബ് പൊട്ടിയ നേരത്തെ എന്തിനാണ് മാറിയത്? റിവെഞ്ച് ഈസ് എ സ്ട്രോങ്ങർ ഇമോഷൻ ദാൻ എനിത്തിങ് എൽസ്. സാർ, ഞാൻ പോലീസിനെ വിളിക്കട്ടെ? നിങ്ങളെ രണ്ടുപേരും കോർട്ടിൽ കൊണ്ടുപോയി ശിക്ഷ വാങ്ങി തരുന്നതിൽ എനിക്ക് ഒട്ടും വിശ്വാസമില്ല. അതിനാൽ ഇവിടെ ഇപ്പൊ തന്നെ രണ്ടുപേരും ഒരുമിച്ച് ചാവും. നമ്പർ എത്ര പറഞ്ഞേ? 944. വേണ്ട ഖദർ, പൊട്ടിത്തെറിക്കും. മിണ്ടാടാ, അവൾ അടുത്ത് തന്നെ ഇരിക്കേ. സ്റ്റേ ബാക്ക്. നോ, സ്റ്റോപ്പ് ഇറ്റ്. 00. നോ നോ നോ. 7. വേണ്ട ഖദർ. ഹേ, 1. ഞാൻ പറഞ്ഞല്ലോ നുണയാണ്. ഷീസ് ഇന്നസെന്റ്. എനിക്ക് അഞ്ജലിയുമായി ഒരു ബന്ധമില്ല. സ്വിച്ച് ഓഫ് ദ ഫോൺ. ഓഫ് ചെയ്യേ. ഇവളെ ഓപ്പറേറ്റ് ചെയ്ത ഡോക്ടറെ വിലക്ക് വാങ്ങി അവൾ പോലും അറിയാതെ ഞാനാ ഇവളുടെ കൈകളിൽ ബോംബ് വെപ്പിച്ചത്. സ്വിച്ച് ഓഫ് ദ ഫോൺ. പറയുന്നത് കേൾക്ക് ഖദർ. എന്താടാ, നീ മാത്രം ഗെയിം കളിച്ചാൽ മതിയോ? സോറി അഞ്ജലി, PM-നെ ദിവസം 4 പ്രാവശ്യം മീറ്റ് ചെയ്യുന്നവളാണ്. ഇവള് വിചാരിച്ച എപ്പോ വേണമെങ്കിലും കൊല്ലാം. ഇവള് ബോംബ് ഇംപ്ലാന്റ് ചെയ്തിട്ട് അത് ആക്ടിവേറ്റ് ചെയ്യാനുള്ള കൺട്രോൾ നിന്റെ കൈ തരുവടാ. ഒരു പ്രാവശ്യങ്ങളിൽ സത്യം പറഞ്ഞൂടെ? ഈ ബോംബ് ഡീആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞു അഞ്ജലി. ഉള്ളിൽ വെച്ചിട്ടുള്ള ബോംബ് സർച്ച് ചെയ്ത് പുറത്തെടുക്കാം. ടേക്ക് ടു ദ ഹോസ്പിറ്റൽ റൈറ്റ് അവേ. യു വിൽ ബി ഓൾ റൈറ്റ്. യെസ് സർ. വിവേക്, ആർ യു ഓക്കേ? വിവേക് ഓക്കെ അല്ലേ? ഓക്കെ.
കൃഷിഭൂമി സംരക്ഷിക്കുന്നതിനുള്ള ആദ്യ നടപടി എന്ന നിലയിൽ മഹാൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ എല്ലാ ഖനികളും ഇന്ന് തന്നെ ക്ലോസ് ചെയ്യുന്നു. കൃഷിയും ശാസ്ത്രവും എന്റെ ഗവൺമെന്റിന്റെ 2 കണ്ണുകളാണ്. നന്ദി. ജയ് ഹിന്ദ്. ഒരു സത്യം പോലും ഞാൻ പറയില്ലെന്നല്ലേ നീ പറഞ്ഞത്. ഇപ്പൊ പറയട്ടെ, പ്ലാൻ എ ഫെയിലായി പോയി, പക്ഷെ പ്ലാൻ ബി മിസ്സാകത്തേയില്ല. നിന്റെ PM കാറിൽ കയറി പോകുന്നതിന് മുൻപായി ഫിനിഷ്. എന്താ പ്ലാൻ ബി? എന്താ പ്ലാൻ ബി? കഥ നീ എനിക്ക് മരണഭയം എന്താണെന്ന് കാണിച്ചു തന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് ആ ഭയം പോയി. നീ ഇവിടെ നിൽക്കുന്ന ഓരോ സെക്കൻഡും PMന്റെ മരണം കൂടുതൽ എളുപ്പമാക്കും. കമോൺ, ഷൂട്ട് മീ. നിന്നെ കൊണ്ടാകുമെങ്കിൽ PMനെ രക്ഷിക്കുക. കതിർ, PMന്റെ അടുത്തേക്ക് പോ. ഇവനെ ഞാൻ നോക്കിക്കോളാം. ഇവനെ വിടരുത്. ജീവനോട് വേണോ എനിക്ക്? വാട്ട്? ട്രെയിൻ ബ്ലാസ്റ്റ്? ഇതെങ്ങനെ സംഭവിച്ചു? Idiots. What the hell are you doing here? എന്താണ് സംഭവിച്ച ട്രെയിനിന്? എന്തെങ്കിലും ഒന്ന് ചെയ്യടാ. നീയൊക്കെ എന്താണ് ഇവിടെ കാട്ടിക്കൂടുന്നത്? ഇതിനാണോ ഞാൻ ഇത്രയും പണം തന്നെ? നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ നിങ്ങളുടെ കൺമുന്നിൽ കിടന്ന് PM പിടഞ്ഞു മരിക്കാൻ പോവുകയാ. Come on, hurry up. ഇടക്കത് പ്ലാൻ ബിയിലെ ബോംബ് എവിടെ ആയിരിക്കുന്നെന്ന് കണ്ടുപിടിച്ചോ? എവിടെയാടാ ചുറ്റിത്തിരിഞ്ഞ് നോക്കുന്നേ? നീ തന്നെയാടാ ബോംബ്. Are you okay? Stop your bloody stupid game. Kadir. Hey, stop it. ജാക്കറ്റ് മൂവ് ചെയ്താൽ അവിടെ നിന്ന് നീ അനങ്ങിയാൽ ഞാൻ ബട്ടൺ പ്രസ് ചെയ്യും. നീ ചാകാൻ പോവടാ കഥ. തോറ്റുപോയെന്ന കുറ്റബോധത്തോടെ നീ ചാകുക. No! Abhi, move! Go inside! Kadir, എന്താ Kadir? What's happening? നിന്റെ അച്ഛൻ വർമ്മ സാർ പറഞ്ഞിട്ടുള്ള ഒരു ജീവൻ ബലി കൊടുത്ത് 100 ജീവൻ രക്ഷിക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് തെറ്റല്ലെന്ന്. പക്ഷേ ഇവിടെ 2 ജീവൻ. ഹണിമൂണിന് കരീബിയൻ ഐലൻഡിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാന്ന് പറഞ്ഞിട്ട് ഈ കരിമക്കാട്ടിലേക്കാണോ കൂട്ടിക്കൊണ്ടു വന്നേ? പിന്നെ എവിടെയാണെന്നുള്ളതല്ല, ആരുടെ കൂടെയാണെന്നുള്ളതിലാണ് കാര്യം. പക്ഷേ നീ എന്റെ കൂടെയില്ല, നിന്റെ മനസ്സ് വേറെ എവിടെയോ. ശരിയാ, കരിമ്പിൻ തോട്ടത്തിൽ വെള്ളം ഉണ്ടോ എന്നൊരു സംശയം. അയ്യ, ഫാമിൽ കാലത്തിട്ട് കൊണ്ടുവന്ന് ഇറക്കിയോന്നറിയില്ല. എന്താ അതിൽ പുതിയ പാസ്പോർട്ടും കണ്ണും വരുന്നുണ്ടോ? പുതിയ അസൈൻമെന്റ് ആണോ? എനിക്കൊന്നും മനസ്സിലാവില്ല. പനിനീർ പൂവിനെ പോലെ ഒരു പെണ്ണ് അടുത്ത് കിടക്കുമ്പോ കാലിത്തീറ്റയെ കുറിച്ച് നീ സംസാരിക്കുന്നോ? പനിനീർ പൂ പോലെയുള്ള പെണ്ണ്? എന്റെ അടുത്തൊരു മണമില്ലാത്തൊരു പൂവുണ്ട്. ഒന്ന് പോകുന്നുണ്ടോ? കൊല്ലും ഞാൻ. 2 മിനിറ്റ് സമയം, അതിനുള്ളൊരു ഡിബേറ്റ് വേണം. കുയിലേ 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 കുറുകി കുറുകി പോകല്ലേ ഇനി ചിറുകി ചിറുകി ചിണ്ണുങ്ങി തൊടലേ 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 മെല്ലെ ഇട്ടമുറിയാതെ മെല്ലെ വെക്കാമോ മുത്തം മച്ചാനെ മച്ചാനെ ഇണപ്പിരിയാതെ എന്നും എന്നോട് കൂടെ കൂടാമോ പെണ്ണാളെ കുയിലേ കുയിലേ കുയിലേ
കുറുകി കുറുകി പോകല്ലേ ഇനി ചിറകി ചിറകി ചിണുങ്ങി നീ തൊടലേ തൊടലേ തൊട്ടല്ലേ മെല്ലെ Sagerno quando fiwa kalagabi Zibo 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 Ibe mawa tenga wasabi Eragama pera viroma pese mewani Zulo 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 നീ ഇതളിതലായി കുളിരലയായി എന്നത്തോട് ഞാൻ കളകളമായി സുഖലയമായി കൂടെ പോരാ നീ ഇതളിതലായി കുളിരലയായി എന്നത്തോട് ഞാൻ കളകളമായി സുഖലയമായി കൂടെ പോരാം ഞാനതിമധുരം തൂവും തങ്കക്കിണ്ണമായി പല പല നാൾ പടരാൻ നിന്നവല്ലരിയ ഞാൻ വിരൽമുനയാൽ മെല്ലെ കൊടുത്തു വെക്കാം കുനുകുനെ കൂന്തലിലോ വരും മല്ലികപ്പൂ നീതല്ലക്കുട്ടി എൻ തങ്കക്കട്ടി നിന്മാരിൽ ചായാനൊരു തീരമോ കുയിലേ 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 കുറുകി കുറുകി പോകല്ലേ ഇനി ചിറകി ചിറകി ചിണുങ്ങി തൊടലെ തൊടലെ തൊടല്ലേ മെല്ലെ പിരിയാതെ എന്നും എന്നോട് കൂടെ കൂടാമോ പെണ്ണാളെ ഇടം മുറിയാതെ മെല്ലെ വെക്കാമോ മുത്തം മച്ചാരെ